ഓക്കെ സാറേ, തുടങ്ങാം. നമ്മൾ എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, സഹകരണ വീക്ഷണം ഈ മേഖലയിൽ നടത്തുന്ന വലിയ ഇടപെടലുകളുടെ ഒരു ഭാഗമാണ് ഈ അന്തി ചർച്ച. 39ാമത് പ്രോഗ്രാം അല്ലേ അരുൺ? 39 അല്ലേ? അതെ അതെ, 39ാമത് 39ാമത് പ്രോഗ്രാമാണ് നമ്മൾ ഈ പ്രകാരം നടത്തുന്നത്. ഇതില് നമ്മള് എല്ലാ സമയവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ്. അത് തന്നെയായിരിക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത്ര ആളുകൾ വന്നിട്ട് ഈ ഒരു നമ്മുടെ ചർച്ചകളോട് ഇത്രമാത്രം അനുഭാവപൂർവ്വം ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അതുപോലെ നമ്മുടെ ഇൻകം ടാക്സും അതുപോലെ GSTയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഒരു സാധാരണ ഒരു ക്ലാസ് നടത്തുന്ന രീതിയിലല്ലാതെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനായിട്ട് ഇത് നടത്താനാണ് സഹകരണ വീക്ഷണം ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എന്ത് സംശയങ്ങളും നിവൃത്തി തരുവാനായിട്ട് കപ്പാസിറ്റി ഉള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതനായ സക്കീർ ഹുസൈൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഈ ക്ലാസ് നയിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ GST റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്തോ തന്നെയാണെങ്കിലും അതൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ മറ്റുള്ള ഒരാൾക്ക് അത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ സംശയങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഷെയർ ചെയ്യണം. ഒരാൾ ചോദിച്ച സംശയങ്ങൾ അത് ക്ലിയറായി വന്ന കാര്യങ്ങൾ വീണ്ടും മറ്റുള്ള ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ സമയം വളരെ പരിമിതമാണ്. നമുക്ക് ഒരു 1.5 മണിക്കൂർ മാക്സിമം 8:30-ക്കുള്ളിൽ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണം. ആ ഒരു രീതിയിൽ ഉള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സില് നമ്മുടെ കൂടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സക്കീർ ഹുസൈന് ഔപചാരികമായിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. നമസ്കാരം സാർ. സാർ, നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് പറഞ്ഞതുപോലെ നമുക്കൊരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനായിട്ട് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പം നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ ഡൗട്ടുകൾ ആദ്യമേ തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിന്റെ മറുപടി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന മറുപടികൾ നമ്മുടെ അറിവുകൾ വെച്ചിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പോ നമ്മൾ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ കഴിഞ്ഞ മാസം അവസാനം വന്നിട്ടുള്ള ഒരു സിംഗിൾ ബെഞ്ച് വിധിയാണ്. 194A വന്നിട്ടുള്ള 2016 വന്നിട്ടുള്ള ഒരു ഭേദഗതി. ആ ഭേദഗതിയെ ബേസ് ചെയ്തിട്ട് സഹകരണ സംഘങ്ങൾ 10,000 രൂപയുടെ മുകളിലുള്ള പലിശയ്ക്ക് TDS പിടിക്കണം എന്നുള്ള വ്യവസ്ഥയ്ക്കെതിരെ എനിക്ക് തോന്നുന്നു 300ഓളം സംഘങ്ങളുടെ അധികമുള്ള നമ്പർ സംഘങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഒരു കേസിലാണ് TDS സഹകരണ സംഘങ്ങൾക്ക് ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി വന്നു, അല്ലെങ്കിൽ ആ ബാധകമല്ല എന്നുള്ള വാദം തള്ളിക്കൊണ്ടുള്ള വിധി വന്നിട്ടുള്ളത് അതിനകത്താണ്. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2015 ആ ഒരു വിധി അമെന്റ്മെന്റ് എന്ന് പറയുന്നത് 10,000 രൂപയിൽ കൂടുതൽ പലിശ വാങ്ങുന്ന സഹകരണ ബാങ്കുകൾക്ക് മാത്രം ബാധകമല്ലായിരുന്നോ എന്നുള്ളതാണ് സംശയം. സഹകരണ ബാങ്കുകൾ അവരുടെ മെമ്പർമാരല്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കുന്ന നിക്ഷേപത്തിന് മുമ്പും TDS ഉണ്ടായിരുന്നു. പക്ഷെ 2015 അമെന്റ്മെന്റില് മെമ്പർമാരാണെങ്കിൽ കൂടിയും സഹകരണ ബാങ്കുകൾ അവരുടെ മെമ്പർമാർക്ക് 10,000 രൂപയിൽ കൂടുതൽ ഒരു വർഷം പലിശ നൽകുന്നുണ്ടെങ്കിൽ TDS പിടിക്കണം എന്നുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 2015 വന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകൾക്ക് മാത്രം ബാധകമായിരുന്നു, സംഘങ്ങൾക്ക് അത് ബാധകമല്ലായിരുന്നു. എന്നാൽ 2020 അമെന്റ്മെന്റോടുകൂടി 50 കോടി ടേൺ ഓവറുള്ള 50 കോടി രൂപയുടെ മുകളിൽ ടേൺ ഓവറുള്ള എല്ലാ സഹകരണ സംഘങ്ങൾക്കും TDS നടപ്പിലായിരിക്കുകയാണ്.
പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിധി വളരെ നെഗറ്റീവായിട്ട് ഇപ്പോഴും നമ്മുടെ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? കാരണം ആ വിധി അങ്ങനൊരു വിധി, അത് കേസ് നടത്തിപ്പിൽ എന്തെങ്കിലും അപാകത വന്നോ? നമുക്ക് ഒരു വിധി എതിരായിട്ട് അങ്ങനെ ഒരു വിധിയായിട്ട് അതിനെ എന്തുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെടുന്നതെന്ന് പറയാമോ? ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സെമിനാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചർച്ച ഈ ഒരു ഗ്രൂപ്പില് ഞാൻ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമാണ്. കാരണം ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വന്ന് ഞാൻ എന്റെ അനുഭവത്തിൽ വന്ന് ഒരു വ്യത്യാസമായിട്ടുള്ള, ഇതുവരെ ഞാൻ കാണാത്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അത്ര ഒരു എഡ്യൂക്കേഷണൽ ഇൻഫർമേറ്റീവ് ഒരു നല്ല ചർച്ച ഉള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. അതുപോലെ തുടർച്ചയായിട്ട് 39ാമത് ഒരു സെമിനാർ വന്ന് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാരവാഹികൾ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങളാണ്. സാറ് ചോദിച്ച TDSന്റെ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങാം. അതിന് മുൻപ് വന്ന ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആണ്. ഈ ഒരു സെമിനാർ വന്ന് ഇത് ഒരു ചർച്ച വന്ന് ശരിക്കും ഇൻകം ടാക്സ് ആൻഡ് GST അങ്ങനെയില്ല, ഇൻകം ടാക്സ് ആൻഡ് TDS ആണ് ശരിക്കും വന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ വന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് GST കുറിച്ചിട്ട് 2 പ്രാവശ്യം വന്ന് ഈ ഗ്രൂപ്പിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല TDSന്റെ ഒരു വലിയൊരു മാറ്റം വന്നത് കൊണ്ടാണ് ഇൻകം ടാക്സും TDSും ഇത് രണ്ടാണ് ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് GSTന്റെ ഏതെങ്കിലും വിട്ടുപോണ ഏതെങ്കിലും സംശയങ്ങൾ ഏതെങ്കിലും ഇരുന്നാൽ നമുക്ക് മിസ്റ്റർ ശ്രീജിത്ത് ഉണ്ട്, സാജി സാർ പോലുള്ള ആൾക്കാരുണ്ട്, എക്സ്പീരിയൻസ് ആൾക്കാരുണ്ട്, അവർ തന്നെ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതിൽ ഏതെങ്കിലും എനിക്ക് അറിഞ്ഞത് ഏതെങ്കിലും ഇരുന്നാൽ ഞാൻ എന്താ പറയാ ഷെയർ ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മുടെ ഫോക്കസ് വന്ന് ഇൻകം ടാക്സും TDSും. ഓക്കെ, റൈറ്റ്. ഇപ്പോ സാറ് പറഞ്ഞതുപോലെ, സാജി സാർ പറഞ്ഞതുപോലെ ഈ TDSന്റെ ഒരു വിഷയം വന്ന് 2015 ഒരു ക്ലാരിറ്റി കിട്ടി. പക്ഷെ 2012 നോക്കുമ്പോ എല്ലാ അർബൻ ബാങ്കുകൾക്കും ആദ്യം ഇൻകം ടാക്സ് വന്ന് കേരളത്തിൽ ഒരു നോട്ടീസ് അയച്ചു. ആ നോട്ടീസിൽ എന്താ പറയുന്നത്, സെക്ഷൻ 194A35, ആ 194A35 പ്രകാരം ഈ എന്താ പറയാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെമ്പർമാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോ TDS പിടിക്കണ്ട, അങ്ങനെയാണ് അതില് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്ന് അതിൽ ഒരു ചെറിയ ഒരു ഇന്റർപ്രിട്ടേഷൻ ചെയ്തു. എന്താ പറഞ്ഞിട്ട്, കോപ്പറേറ്റീവ് ബാങ്ക് വന്ന് വേറെ കോപ്പറേറ്റീവ് ബാങ്കും പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും എല്ലാം ഒന്നാണ്, അങ്ങനെയാണ് അവരുടെ ആർഗ്യുമെന്റ് ആയിരുന്നു. അപ്പൊ 2012 വന്ന് അർബൻ ബാങ്ക് എല്ലാം കോർട്ടിലെ കേസ് ഫയൽ ചെയ്തിട്ട് എന്താ ചെയ്ത്, കോപ്പറേറ്റീവ് ബാങ്ക്സ് വന്ന് ഇവന്തോ കമ്മിങ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസോടെ സെക്ടിൽ വന്നാലും ഓക്കെ, അത് റിസർവ് ബാങ്കിന്റെ ലൈസൻസ്ഡ് സ്ഥാപനമായിട്ടുള്ളത് കൊണ്ടാണ് കോപ്പറേറ്റീവ് ബാങ്കിന് നമ്മൾ അത് പേര് കൊടുക്കുന്നത്, അതുകൊണ്ട് TDS നമുക്ക് വരില്ലാന്ന് പറഞ്ഞിട്ടാണ് ആർഗ്യൂ ചെയ്ത് ജയിച്ചു. അതിന് ശേഷമാണ് ശരിക്കും ഒരു അമെന്റ്മെന്റ് വന്നത്. സാർ പറഞ്ഞതുപോലെ 2010 ഒരു അമെന്റ്മെന്റ് വന്ന് ആ അമെന്റ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് എന്താ പറഞ്ഞിട്ട്, ഈ ഒരു ബെനിഫിറ്റ് വന്ന് കോപ്പറേറ്റീവ് ബാങ്ക്സ് കിട്ടുള്ള പറഞ്ഞ ഒരു അമെന്റ്മെന്റ് വന്നതിന് ശേഷമാണ് അർബൻ ബാങ്കുകൾ എല്ലാവരും, പിന്നെ അർബൻ ബാങ്ക് മാത്രമല്ല കേരള ബാങ്ക്, ജില്ലാ ബാങ്ക് എല്ലാവരും വന്ന് TDS പിടിക്കാൻ തുടങ്ങി. ഓക്കെ, അവരുടെ കസ്റ്റമർക്ക് വന്ന് TDS പിടിക്കാൻ തുടങ്ങി. ശരി, ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ 2020 വന്ന് പിന്നെ ഒരു അമെന്റ്മെന്റ് വന്ന് അതിലെയാണ് ഈ 194A35 വന്ന് ഒരു ടേൺ ഓവർ കുറിച്ചിട്ടുണ്ടാണ് ഒരു മെസ്സേജ് കൊടുത്തിട്ട് 50 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങൾ ഈ എക്സംഷൻ വാങ്ങിക്കാൻ പാടില്ല, അവർ വന്ന് TDS പിടിക്കണം, അങ്ങനെയാണ് ഒരു അമെന്റ്മെന്റ് വന്നത്. അതായത് ഇത്ര കാലമായിട്ട് നമ്മൾ നേരത്തെ ജില്ലാ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് ഹോൾഡർ ആയിട്ട് നമ്മൾ ഇരുന്ന്, ജില്ലാ ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പ്രൈമറി സംഘങ്ങൾ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ജില്ലാ ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. കുറെ ഇൻട്രസ്റ്റ് വന്ന് തുടർച്ചയായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ ജില്ലാ ബാങ്ക് നമുക്ക് TDS പിടിക്കാറില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൻ 194A35 വന്ന് ഒരു സഹകരണ സ്ഥാപനം വേറെ ഒരു സഹകരണ സ്ഥാപനത്തിക്ക് വന്ന് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ TDS പിടിക്കണ്ട. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ക്ലോസിലെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ടാക്സ് പിടിക്കാതിരുന്നത്. പക്ഷെ 2020 വന്ന് ഈ സെക്ഷനിൽ വന്ന് ഒരു ക്ലാരിഫിക്കേഷൻ, എന്താ പറയാ, ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ദിസ് പ്രൊവിഷൻ ഷെൽ നോട്ട് അപ്ലൈ ടു കോപ്പറേറ്റീവ്സ് whose turnover exceeds 50 crores. 50 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങൾക്ക് എക്സംഷൻ ഇല്ല.
അപ്പൊ 50 കോടിയുടെ മുകളിലെ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങൾ ഇനി പിടിക്കണം. അപ്പൊ അതുകൊണ്ടാണ് 2020 ആദ്യമായിട്ട് മലപ്പുറം ജില്ലാ ബാങ്ക് മലപ്പുറത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കുകൾക്ക് നോട്ടീസ് അയച്ചു. ഏകദേശം ഒരു ഒക്ടോബർ നവംബറിനാണ് വിചാരിക്കുന്നത്. ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വന്ന് ജില്ലാ ബാങ്ക് വരുന്ന മലപ്പുറം ജില്ലാ ബാങ്ക് വരുന്ന മലപ്പുറം ജില്ലാ ബാങ്ക് എല്ലാ സർവീസ് ബാങ്കിലും നോട്ടീസ് അയക്കുന്നു. ഇങ്ങനെ നമ്മൾ വന്ന് ടാക്സ് പിടിക്കാൻ പോകുന്നു പറഞ്ഞിട്ട്. ഓക്കെ, ഉടൻ എന്താ ചെയ്ത് മലപ്പുറത്തിലുള്ള എല്ലാ സർവീസ് ബാങ്കിലും കൂടിയിട്ട് കേരള ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങിച്ചു. പിന്നെ ഈ സമയത്തിലാണ് കേരള ബാങ്ക് വന്ന് ഈ നോട്ടീസ് റിസീവ് ചെയ്താലും കേരള ബാങ്ക് വന്ന് ഇന്റിമേഷൻ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. കാരണം ആ സമയത്തിലാണ് കേരള ബാങ്ക് ഫോർമേഷൻ ആയി. ആ ബാങ്കിലാണ് അത് കേരള ബാങ്കിന്റെ കുറെ എന്താ പറയുക ഇഷ്യൂസ്லாம் വന്നുകൊണ്ടിരുന്നത്. അപ്പോ ആ ഒരു സമയത്തില് കേരള ബാങ്ക് വന്ന് എല്ലാ സർവീസ് ബാങ്കിലും നോട്ടീസ് അയച്ചിരുന്നാൽ എന്തായിട്ടുണ്ടാവും? ഒബിയസ്ലി നമ്മൾ നേരത്തെ ജില്ലാ ബാങ്കിന്റെ സമയത്തിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ കേരള ബാങ്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ടാക്സിന്റെ പ്രശ്നം വന്നെന്ന് ആൾക്കാർ വന്ന് തെറ്റിദ്ധരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു സ്റ്റഡി അവിടെ നടത്തി അവസാനം മാർച്ച് മാസം, ഓക്കെ, അവസാനം വേറെ വഴിയില്ല. കാരണം മാർച്ച് മാസം പിടിച്ചിട്ടില്ലെങ്കിൽ ആ പിടിക്കാതെ TDSന്റെ ഉത്തരവാദിത്തം ആ സ്ഥാപനമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് കേരള ബാങ്ക് എന്താ ചെയ്ത് അവസാനം മാർച്ച് മാസം നോട്ടീസ് അയച്ചു. ഈ നോട്ടീസ് വന്നതിന് ശേഷം കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, അതായത് സർവീസ് ബാങ്കും എംപ്ലോയീസ് സൊസൈറ്റിയും വെൽഫെയർ സൊസൈറ്റി ആരാർക്കെല്ലാം വന്ന് നോട്ടീസ് പോയോ എല്ലാവരും എന്താ ചെയ്ത് മലപ്പുറം ജില്ലാ ബാങ്കിന്റെ കേസ് ബേസ് ചെയ്തിട്ട് എല്ലാവരും സ്റ്റേ വാങ്ങിച്ചു. പക്ഷെ ആ ഒരു സമയം മുതൽ ഞാൻ എന്റെ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നമുക്ക് എതിരായിട്ടാണ് ജഡ്ജ്മെന്റ് വരും. അങ്ങനെ ഞാൻ എല്ലാ ക്ലാസ്സിലെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതേപോലെയാണ് ഇപ്പോ ഈ ഒക്ടോബർ മാസം നമുക്ക് വന്ന് ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് വന്നു. ആ ജഡ്ജ്മെന്റിൽ എന്താ പറയുന്നത്? കേരള ബാങ്ക് ഇനി TDS പിടിക്കണം. അതായത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ചെയ്യാതെ പ്രോസ്പെക്റ്റീവ് എഫക്റ്റിലാണ് ജയിച്ചിട്ടുണ്ട്. ഇതിൽ വന്ന് 2 ആൾക്കാർക്ക് വന്ന് ലാഭം എന്താ പറയാ ജയിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഒന്ന് വന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ജയിച്ച്, കാരണം ഇനി കേരള ബാങ്ക് നമുക്ക് അതായത് പ്രൈമറി സംഘങ്ങൾക്ക് ടാക്സ് പിടിക്കണം. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ജയിച്ച്. പ്രൈമറി സംഘങ്ങൾ നമ്മളെ പോലുള്ള പ്രൈമറി സംഘങ്ങൾ ജയിച്ചതിന്റെ കാരണം റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കൊടുക്കുക, അത് പ്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കൊടുത്തു. ഇനി മുതലാണ്. അപ്പോ 2020 മുതൽ TDS പിടിക്കാനുള്ള ഒരു നിർബന്ധത്തെ ഒഴിവാക്കി അത് ഇനി മുതൽ വരാനുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റില് ഇനി കേരള ബാങ്ക് വന്ന് TDS പിടിക്കാൻ പോകുന്നത് 50,000 മുകളിൽ ഒരു വർഷത്തിൽ ഒരു സൊസൈറ്റിക്ക് വന്ന് കേരള ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കേരള ബാങ്ക് വന്ന് 10% TDS പിടിക്കും. 10% TDS പിടിച്ചിട്ടാണ് എന്താ പറയാ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നു. ഇതാണ് ഇപ്പോൾ ഉള്ള വിഷയം. അടുത്ത ഒരു ചോദ്യത്തിൽ നമുക്കിപ്പോ ഈ കേരള ബാങ്ക് TDS പിടിച്ചാലും നമുക്ക് ശരിക്കും ATP എക്സംഷൻ ഉള്ളതാണല്ലോ. അപ്പൊ അത് റിട്ടേൺ കൊടുത്ത് നമുക്ക് തിരിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോ എല്ലാരും വന്ന് വിചാരിക്കുന്ന ഒരു വിഷയം, നമുക്ക് ഏതോ വലിയ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, വലിയ ഒരു അപകടം വന്നിട്ടുണ്ട്, വലിയ ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് ആണ് അഗെയിൻസ്റ്റ് പ്രൈമറീസ്, അങ്ങനെയാണ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് വിഷയമേ ഇല്ല. നമുക്ക് ഒരു ചെറിയ ഒരു ലോസ് മാത്രമാണ്. ചെറിയ ഒരു ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരള ബാങ്ക് എത്ര പൈസ ടാക്സ് ആയിട്ട് പിടിക്കുന്നോ ആ പൈസ നമുക്ക് റീഫണ്ട് കിട്ടുന്ന സമയം വരെ ഒരു 6 മാസമോ 8 മാസമോ നമുക്ക് എത്ര സമയം വരുന്ന ഡിലേ ആകുന്നോ അത്ര മാസം ആ ഇൻട്രസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ആ ഇൻട്രസ്റ്റിന്റെ എന്താണ് ആ ടാക്സിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. അതർവൈസ് നമുക്ക് 100% നമുക്ക് റീഫണ്ട് കിട്ടും. TDS ഒന്നും റീഫണ്ട് കിട്ടും. പക്ഷെ റീഫണ്ട് കിട്ടാൻ ആദ്യം റിട്ടേൺസ് ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്തിട്ട് നമുക്ക് ATPന്റെ ക്ലെയിം നമ്മൾ കാണിച്ചിട്ട് നമുക്ക് വന്ന് സമയത്തിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ റീഫണ്ടബിൾ ആയിട്ട് നമുക്ക് ഈ TDS വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇതിലുള്ള ഒരു വിഷയം എന്താ പറഞ്ഞാൽ ഇത് തിയറിയാണ്, ഞാൻ പറഞ്ഞത് തിയറിയാണ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു ഞാൻ പറയാം. ഇപ്പൊ തന്നെ പറയാം. ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് പൈസ കയ്യിൽ അവർ കിട്ടി കഴിഞ്ഞാൽ അത് വന്ന് എങ്ങനെയാണ് ഏത് തരത്തിലാണ് അത് പിടിച്ച് എന്താ പറയുക ഏത് തരത്തിലാണ് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും മാത്രമാണ് അവർ നോക്കൂ. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയോ, ഏതേലും ഒരു വിഷയത്തെ വന്ന് പുറത്തു കൊണ്ടുപോകും. അത് ചിലപ്പോ 133 സബ്സെക്ഷൻ 6 ആയിരിക്കും, അല്ലെങ്കിൽ 26 SS ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതേലും മേ ബി ATP തന്നെ
നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് കിട്ടില്ല, അത് എലിജിബിൾ ഇല്ല, അങ്ങനെ ചിലപ്പോൾ പറയാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ATP തന്നെ MSSന്റെ ഇൻകം ATP കിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് മറുപടി കൊടുക്കാനും സാധ്യത ഉണ്ട്. ഇതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാം കാണാൻ പോകും. ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ? ഓക്കെ. ഈ ചർച്ചയിൽ ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത് മുല്ലശ്ശേരി. നമസ്കാരം. നമസ്കാരം. ഫസ്റ്റത്തെ വിഷയം ചെയ്ത് കഴിഞ്ഞല്ലോ. ഇപ്പം ഞാനൊരു കുറച്ചുകൂടി ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻസ് ആണ്. നമ്മള് സംഘങ്ങളിൽ നിന്ന് TDS പറയാറുണ്ട്. പല പല കാര്യങ്ങൾക്കും പേയ്മെന്റുകൾക്കും ഒക്കെ നമ്മൾ TDS പിടിക്കാറുണ്ട്. നമ്മളൊരു 30,000 രൂപയിൽ കൂടുതലുള്ള ഒരു പരസ്യം കൊടുക്കുകയാണ്, അതിനൊരു TDS എങ്ങനെ പിടിക്കും? പല സമയത്തും പല പിരിവുകളൊക്കെ, പ്രത്യേകിച്ചും തലത്തിലുള്ള പിരിവുകളൊക്കെ വലിയ എമൗണ്ട് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതൊരു പേയ്മെന്റ് ആയിട്ട് നമുക്ക് കാണിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഞാനൊരു ചോദ്യത്തിൽ തുടക്കം, ബാക്കി കുറച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം ചോദിച്ചോളൂ. ഓക്കെ. അപ്പോ TDS നമ്മൾ ഇൻട്രസ്റ്റ് കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ഒരു TDS കോൺട്രാക്ട് പേയ്മെന്റ് ആണ്. കോൺട്രാക്ട് പേയ്മെന്റ് വരുമ്പോൾ നമ്മളിപ്പോ ഒരു AMC കോൺട്രാക്ട് കൊടുക്കുന്നത്, കോർ ബാങ്കിങ്ങിന് വേണ്ടി നമ്മൾ കോൺട്രാക്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വേണ്ടി കോൺട്രാക്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരിചയം കൊടുക്കാൻ വേണ്ടി മാതൃഭൂമിയിലോ മനോരമയിലോ നമ്മൾ പരിചയം കൊടുക്കുമ്പോ ആ പരിചയമ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കോൺട്രാക്ട് ഒരു പേയ്മെന്റ്, സിംഗിൾ പേയ്മെന്റ് 30,000 മുകളിൽ പോയാൽ, അല്ലെങ്കിൽ പല പേയ്മെന്റ്സ് ഒരു വർഷത്തിൽ ചെയ്തിട്ടുണ്ടാവും, ഒരു വർഷത്തിൽ ഓൾ ടുഗെദർ 1,00,000 മുകളിൽ പേയ്മെന്റ് ചെയ്താൽ, ഇത് രണ്ടിൽ ഏത് സംഭവിച്ചാൽ, ഏതർ സിംഗിൾ പേയ്മെന്റ് 30,000 മുകളിൽ പോയാൽ, അല്ലെങ്കിൽ ടോട്ടൽ പേയ്മെന്റ് നിങ്ങൾ ചിലപ്പോൾ 10,000 വീതം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ടോട്ടൽ പേയ്മെന്റ് 1,00,000 മുകളിൽ ഒരു വർഷത്തിൽ പോയി കഴിഞ്ഞാൽ 2% TDS പിടിക്കണം. 2% TDS പിടിക്കണം. ഇതാണ് എന്താ പറയാ കോൺട്രാക്ടിന്റെ TDS ഉള്ള ഒരു വിഷയം. അപ്പോ പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ പരിശീലനം കൊടുക്കുന്നത് അത് ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്. അതുകൊണ്ടാണ് പരിശീലനം എന്താ ചെയ്യുന്നത്, ഈ 194C ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിയാണ്, പിടിക്കണം. പിടിച്ച പൈസവെ അടുത്ത മാസം 7-ാം തീയതിക്ക് മുൻപ് ഇൻകം ടാക്സിന്റെ കണക്കിൽ അടയ്ക്കണം. പിന്നെ നമുക്ക് ഫോം 16A ട്രേസസിലിരുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ കോൺട്രാക്ടർക്ക് കൊടുക്കണം. ഇതാണ് നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയർ. അതിന് മുൻപ് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യണം 26Q. സർ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ തന്നെ 50 കോടിയുടെ ടേൺ ഓവറിന് മുകളിലുള്ള സംഘങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 50 കോടി ടേൺ ഓവർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സാറ് ഇതിൽ വളരെ ഒരു ക്ലാരിറ്റി ഇത് കുറിച്ചിട്ടുണ്ടാണ്. ക്ലാരിറ്റി നേരത്തെ പല സമയത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഇൻകം ടാക്സ് ഒഫീഷ്യൽസും പിന്നെ കേരളത്തിലുള്ള ചില ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇത് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നത് ചില ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ICAI-ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യന്റെ ഒരു ക്ലാരിറ്റി ഇത് കുറിച്ചിട്ട് വളരെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതായത് ഒരു ടേൺ ഓവർ, ഒരു നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ടേൺ ഓവർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും സെയിൽസ്. പക്ഷേ ടേൺ ഓവർ ഫോർ എ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ബാങ്കിങ് ബിസിനസ് ചെയ്ത് ക്രെഡിറ്റ് ആക്ടിവിറ്റി ചെയ്ത് ഒരു സ്ഥാപനത്തിലെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺസ് അല്ല. കാരണം എന്തുകൊണ്ടാണ് ലോൺസ് അല്ല? കാരണം ലോൺ നമ്മളുടെ പൈസ ഇല്ല. രണ്ടാമത് ഡെപ്പോസിറ്റ് ഇല്ല. കാരണം അഗൈൻ ഡെപ്പോസിറ്റ് നമ്മളുടെ പൈസ ഇല്ല. നമ്മള് ഡെപ്പോസിറ്റ് വാങ്ങിച്ച് വായ്പ കൊടുക്കുന്നു. ആ ഡെപ്പോസിറ്റ് കസ്റ്റോഡിയൻ മാത്രമാണ്. അത് നമുക്ക് ടേൺ ഓവർ ഇല്ല. സോ എനി ഇൻകം ജനറേറ്റ്, അതായത് എനി ഇൻകം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരും? ഇൻട്രസ്റ്റ് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ മിസ്സലേനിയസ് ഇൻകം, അതായത് സൈറ്റ് ഇൻസ്പെക്ഷൻ ഫീ, കോഡ് കോസ്റ്റ്, സ്റ്റേഷനറി കോസ്റ്റ്, അപ്രൈസർ കോസ്റ്റ്, സർവേ ഫോളിയോ ചാർജസ്, ലോക്കർ റെന്റ്, ഇതുപോലുള്ള പിന്നെ MSS കമ്മീഷന്, ഇതുപോലുള്ള എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയാൻ പറ്റും.
ഇൻ കേസ് സർവീസ് സഹകരണ ബാങ്ക് പോലെ ഉള്ള സ്ഥാപനങ്ങൾ ഓണം ചന്ത, സൂപ്പർ മാർക്കറ്റ്, വെളിച്ചെണ്ണ സെയിൽസ് ഇതെല്ലാം ചെയ്യുമ്പോൾ റിയലി അത് സെയിൽസ് ആണ്, അതിൽ ഒരു നമുക്ക് ഡിസ്പ്യൂട്ട് ഒന്നുമില്ല. സോ ആ സെയിൽസും കൂടി നമ്മൾ എടുക്കണം. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള സെയിൽസും ലാഭനഷ്ട കണക്കുകളിൽ ഉള്ള ഇൻട്രസ്റ്റ് വരുമാനമും ലാഭനഷ്ട കണക്കിലുള്ള മിസ്ലേനിയസ് ഇൻകമും ഇത് 3 ആഡ് ചെയ്താൽ ഒരു സർവീസ് സഹകരണ ബാങ്കിക്ക് വന്ന് ടേൺ ഓവർ എന്ന് പറയാം. ഒരു അർബൻ ബാങ്ക് ആയിരുന്നാൽ ഇൻട്രസ്റ്റ് ഇൻകമും മിസ്ലേനിയസ് ഇൻകം മാത്രം ടേൺ ഓവർ. ഒരു ബാങ്ക് ക്രെഡിറ്റ് ബിസിനസ് മാത്രം ചെയ്ത ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ആയിരുന്നാൽ അഗെയിൻ ഇൻട്രസ്റ്റ് ഇൻകമും മിസ്ലേനിയസ് ഇൻകം മാത്രമാണ് ടേൺ ഓവർ. ഇതിൽ വന്ന് ലോൺസ് വരില്ല, ഡെപ്പോസിറ്റ് വരില്ല. ICAന്റെ ക്ലാരിഫിക്കേഷൻ വളരെ നേരത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഇൻട്രസ്റ്റ് ഇൻകം ആൻഡ് അതർ മിസ്ലേനിയസ് ഇൻകം ഓഫ് ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡർഡ് ടു ബി ടേൺ ഓവർ. ഇത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഫോളോ ഓൺ ചെയ്യും. ഇതിൽ ഡിസ്പ്യൂട്ട്സ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ചില ചാർട്ടേഡ് അക്കൗണ്ട്സ് വന്ന് സർവീസ് ബാങ്കിന്റെ സെക്രട്ടറിമാരെടുത്ത് പറയുന്ന നിങ്ങളുടെ വായ്പ നിങ്ങൾ വന്ന് 300 കോടി കൊടുത്തിട്ടുണ്ട്, അപ്പൊ 50 കോടിയുടെ മുകളിൽ ടേൺ ഓവർ നിങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ TDS പിടിക്കണം, അല്ലെങ്കിൽ ആ TDSന്റെ പ്രശ്നത്തിൽ നിങ്ങൾ ഉണ്ട്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ സാർ, ഒരു 400 കോടി ലോൺ കൊടുത്തിരിക്കുന്ന ഒരു സംഘത്തിന് തീർച്ചയായിട്ടും 50 കോടി രൂപ ഇൻട്രസ്റ്റ് ടേൺ ഓവർ ഉണ്ടാകില്ലേ? 400 കോടിന്റെ മുകളിൽ ഇരുന്നാൽ വരും. കാരണം ഏകദേശം ഒരു 10% നമുക്ക് ഒന്ന് ലെൻഡിങ്ങിന്റെ ഇൻട്രസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് വന്ന് മിസ്ലേനിയസ് ഇൻകമും പിന്നെ മറ്റേ കുറച്ച് സെയിൽസും എല്ലാം കൂടിയാൽ നമുക്ക് ഏകദേശം ഒരു 50 കോടി വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ ക്ലാസ്സിൽ ഞാൻ പറയാറുണ്ട്, 400 കോടിയുടെ മുകളിൽ ഉള്ളവർക്ക് ഈ ടേൺ ഓവർ 50 കോടിയുടെ മുകളിൽ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർ, എനിക്ക് വേറൊരു ടേൺ ഓവറിന്റെ കേസിൽ സാറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ടോട്ടൽ ഇൻകം, അതേപോലെ ട്രേഡിംഗ് അക്കൗണ്ടും, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള സെയിൽസും, ട്രേഡിംഗ് അക്കൗണ്ടിന് നമ്മൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. 30%, അതായത് ഇപ്പൊ 10 ലക്ഷത്തിന് 30% അതിന്റെ സെസ്സും അയക്കുന്നുണ്ട്. അപ്പൊ TDS പിടിക്കലിന് ഇത് ബാധകമാവുമോ ട്രേഡിംഗ്? അതേപോലെ മറ്റൊരു സംശയം കൂടി സാർ അതില്, ഇതോടനുബന്ധിച്ച് ഈ ട്രേഡിംഗ് മുഴുവൻ ഇനി ബാങ്കിന്, ഞങ്ങൾക്ക് ഞാനിത് ഏറാമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ GM ആണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 14A തന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാങ്കിന്റെ അണ്ടറിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് മുഴുവൻ കമ്പനിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബാങ്കിന്റെ ഈ ടേൺ ഓവറിൽ നിന്ന് ഇത് ഒഴിവാക്കി എടുത്തിട്ട് കമ്പനിയുടെ ഇൻകം ടാക്സും കമ്പനിയുടെ കാര്യങ്ങളും ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മളത് ബാങ്കിൽ ഈ കമ്പനി കൊടുക്കുന്ന പ്രോഫിറ്റ് മാത്രമാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയേ പറ്റും. ഓക്കെ സാർ, സെക്കൻഡ് ചോദ്യത്തിൽ ഞാൻ തുടങ്ങാം. സാറിന്റെ ഇറാമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ വന്ന് ഈ വെളിച്ചെണ്ണ ഫാക്ടറി ബാങ്കിന്റെ പേരിൽ ഉണ്ടാ, അല്ലെങ്കിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പേരിലുണ്ടാ? നടക്കുന്നു ഇപ്പൊ അത് ബാങ്കിന്റെ പേരിലാണ്. കാരണം ഈ AIF, മറ്റ് ലോൺസുകൾ, നബാർഡ്, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്, ഇവരിന്നൊക്കെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിൽ നിന്ന് കിട്ടും, നബാർഡിൽ നിന്ന് കിട്ടുന്ന AIF ഒക്കെ അവൈൽ ചെയ്തിട്ടുണ്ട് സാർ. അപ്പൊ അത് ടാക്സിന് മാത്രമല്ലേ കൊടുക്കും, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഈ ഇൻകം ടാക്സിന്റെ ഏതൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും കേരളത്തിൽ വന്ന് അതിന്റെ ഒരു കമന്റ് ആദ്യമായിട്ട് കമന്റും പിന്നെ അതുകൊണ്ടാണ് പരിഹാരമോ ആദ്യം പറയാറ് ഒരാളായിട്ട് ഞാൻ പറയുന്നത്. ഈ 14AA കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു സ്ഥാപനം വന്ന് ഒരു സബ്സിഡറി സ്ഥാപനത്തെ ഉണ്ടാക്കപ്പെട്ടും പറഞ്ഞ ഒരു വിഷയം വന്ന് നേരത്തെ ഇരുന്നത് കൊണ്ട് മലപ്പുറത്തിലുള്ള എന്താ പറയാ ടേൺ ഓവർ ഏകദേശം 50 കോടി എത്താൻ പോലെ ചുങ്കത്തറ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾക്ക് എപ്പോ 2020 തന്നെ ആ നോട്ടീസ് കണ്ടത് ശേഷം തന്നെ ഞാൻ പറഞ്ഞ് ഈ പ്രശ്നം നിങ്ങൾക്ക് വരാൻ പോകുന്നു. ആർക്ക്? കേരള ബാങ്ക് ടാക്സ് പിടിക്കാൻ പോകുന്നു. നിങ്ങളും ഒരു സർവീസ് ബാങ്ക് ആയിട്ട് നിങ്ങളും ടാക്സ് പിടിക്കാൻ ആവശ്യം വരും. അതുകൊണ്ട് നിങ്ങളുടെ ടേൺ ഓവർ കുറച്ച് കാണിക്കുന്ന രീതിയിൽ ചില ടാക്സ് പ്ലാനിങ് ചെയ്യണം. എങ്ങനെ ടാക്സ് പ്ലാനിങ് ചെയ്യാം? ഓൾറെഡി നേരത്തെ സെക്ഷൻ 14AA പിന്നെ 14AB സബ്സിഡറി സ്ഥാപനം കൺസോർഷ്യം KCS ആക്ടിൽ ഓൾറെഡി ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മളുടെ ടേൺ ഓവർ എന്ന് പറയുമ്പോ നമ്മളെ വന്ന് 400 കോടി നമ്മൾ വന്ന് വായ്പ കൊടുത്താൽ മാത്രമാണ് നമുക്ക് 40 കോടി നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നത്. പക്ഷേ
സെയിൽസ് വന്ന് നമുക്ക് വോള്യൂം അധികമാണ്, നമുക്ക് വാല്യൂ അധികമാണ്. അതുകൊണ്ട് പെട്ടെന്ന് വന്ന് നമുക്ക് ആ ടേൺ ഓവറിന്റെ പ്രശ്നയില് നമ്മൾ വേഗം എത്താൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എരമല സർവീസ് ബാങ്ക് വന്ന് വെളിച്ചെണ്ണ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ടേൺ ഓവർ വന്ന് വലുതായിട്ട് ബാധിക്കും. വേഗം അവർക്ക് വന്ന് 50 കോടി എത്തും. അവർക്ക് 400 കോടി എന്താ പറയാ സെയിൽസ്, എന്താ പറയാ 400 കോടി വായ്പ കൊടുക്കുന്ന ആവശ്യമേ ഇല്ല. അവർ ചിലപ്പോൾ 200 കോടി വായ്പ കൊടുത്താലും ചിലപ്പോൾ അവർ 50 കോടി ടേൺ ഓവർ ലിമിറ്റിൽ അവർ എത്തും. എന്തോട് പറഞ്ഞാൽ സെയിൽസ് അവർക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് ഈ സെയിൽസ് വന്ന് വേറെ ഒരു എൻറ്റൈറ്റി നമ്മൾ ഉണ്ടാക്കി ആ സെയിൽസ് വന്ന് വേറെ ഒരു എൻറ്റൈറ്റിയിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബാങ്കിങ് ഇൻകം വരുമാനം മാത്രം നമ്മുടെ സർവീസ് ബാങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തായി, ടേൺ ഓവർ സ്പ്ലിറ്റ് ആയി പോയി. ഓക്കെ, അതുകൊണ്ടാണ് എന്താ ഒരു സജഷൻ, നേരത്തെ ഞാൻ കൊടുത്ത സജഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നം വരുമ്പോൾ 194A3 വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് വന്ന് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ 14A ഉപയോഗപ്പെടുത്തിയിട്ട് സബ്സിഡി സ്ഥാപനം ഉണ്ടാക്കി ടേൺ ഓവർ, അതായത് ട്രേഡിംഗ് ബിസിനസ്സുകളെ ആ സബ്സിഡി സ്ഥാപനത്തിലെ ആ സൊസൈറ്റിയിലെ കാണിച്ചിട്ട് ബാങ്കിങ് ബിസിനസ് മാത്രം നമ്മളുടെ എന്താ പറയാ ബാങ്കിന്റെ ബാനറിൽ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോ എന്താകുന്ന പറഞ്ഞാൽ നമ്മളുടെ TDSന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. TDS പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കേരളത്തിൽ വന്ന് 90% ഡെപ്പോസിറ്റ് കാലിയായി പോകും പ്രൈമറി സംഘങ്ങളിൽ. മേ ബി അതിൽ വന്ന് കാലിക്കറ്റ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ എക്സംഷൻ ആണ്. കാരണം ആദ്യം മുതൽ അവർ വന്ന് ടാർഗറ്റ് എന്താ പറയാ, അവര് പാൻ കാർഡ് വാങ്ങിക്കാനും TDS പിടിക്കാനും ഈ നിയമം വരുന്നതിന് മുൻപ് തന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് TDS പിടിച്ചുകൊണ്ടിരുന്നു കാലിക്കറ്റ് സിറ്റി ബാങ്ക്. അപ്പൊ അതിപ്പോ അവരുടെ ഒരു കസ്റ്റമർ ഗ്രൂപ്പ് വേറെയാണ്. പക്ഷെ ഇൻ ജനറൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വലുതായിട്ട് വന്ന് TDS പിടിക്കാനുള്ള പ്രശ്നം വന്നാൽ വലുതായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഒരു സബ്സിഡി സ്ഥാപനം ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ അമെന്റ്മെന്റ് വരുമ്പോ അതെന്തായി എടുത്തു കളഞ്ഞു. ഈ റീസൺ, അതായത് പല ഏതോ ചില സ്ഥാപനങ്ങളിലെ ഈ സബ്സിഡി സ്ഥാപനങ്ങൾ മിസ്യൂസ് ആകുന്നതെന്ന് പറഞ്ഞ മേ ബി ആ ഒരു റീസൺ ആയിരിക്കും. ബട്ട് സംഭവം എന്താ പറഞ്ഞാൽ ഇത് കേരളത്തിലുള്ള പരമാവധി ഉള്ള സർവീസ് സഹകരണ ബാങ്കുകളെ TDSന്റെ പേരിലെ ബാധിക്കാൻ പോകുന്നു. കാരണം ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവർക്കും മനസ്സിലായി, നമ്മള് 194A പരാജയപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോ പരാജയപ്പെട്ടത് കൊണ്ട് അടുത്ത പോയിന്റ് എന്താ പറഞ്ഞാൽ, ഇനി സർവീസ് സഹകരണ ബാങ്കുകൾ കേരള ബാങ്ക് എങ്ങനെ TDS പിടിക്കുന്നോ അതുപോലെ സർവീസ് സഹകരണ ബാങ്കുകൾ ഇനി TDS പിടിക്കണം. ഓൾറെഡി പിടിക്കാൻ കാലിക്കറ്റ് ബാങ്ക്, കാരശ്ശേരി ബാങ്ക് ഇതുപോലുള്ള പല ബാങ്കുകൾ ഓൾറെഡി പിടിക്കാൻ തുടങ്ങി 194A പ്രകാരം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ TDS നിങ്ങൾ പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താവും, ആദ്യം പാൻ കാർഡ് വാങ്ങിക്കണം, നമ്പർ 1. രണ്ടാമത് വന്ന് TDS 10% പിടിക്കണം. ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത ആൾക്കാരായിരുന്നാൽ 20% പിടിക്കണം. പിടിച്ചത് മാത്രമല്ല ആ വ്യക്തിയുടെ കണക്കിൽ നിങ്ങൾ ഇൻകം ടാക്സിൽ അടയ്ക്കണം. അടച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആ പൈസക്ക് വരുമാനം കാണിക്കണം. പിന്നെ അടുത്തത് വന്ന് ആ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ സോഴ്സ് കാണിക്കണം. എല്ലാം പോയി. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഈ സെക്ഷൻ 14A നമുക്ക് വന്ന് പിന്നെയും കൊണ്ടുവന്നാൽ നല്ലതാണ്. ഇവിടെ എല്ലാവരും വലിയ ആൾക്കാരെല്ലാം ഇവിടെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോ അവർ വന്ന് പിന്നെയും പർസ്യൂ ചെയ്ത് ഈ 14A റീലോഞ്ച് ഈ ആക്ടിൽ വന്ന് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഇപ്പോ ഒരു ഓൾറെഡി 101 പറഞ്ഞിട്ട് ഒരു എക്സംഷൻ ഉണ്ട്. ഗവൺമെന്റ് വന്ന് ആസ് എ സ്പെഷ്യൽ കേസ് വന്ന് either സെക്ഷൻ 101 KCS ആക്ട് പ്രകാരം എക്സംപ്റ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഓൾറെഡി 101 സെക്ഷൻ ഉണ്ട്. പക്ഷെ അത് വന്ന് ഓരോ സ്ഥാപനങ്ങളും പോയി പർസ്യൂ ചെയ്ത് അങ്ങനെ എക്സംഷൻ വാങ്ങിക്കാൻ വല്ലാതെ പാടാണ്. അതിന് പകരം ഈ സബ്സിഡി സ്ഥാപനത്തിന്റെ ഒരു ഓപ്ഷൻ കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു പ്രശ്ന സബ്സിഡി സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും മിസ്യൂസ് നടക്കുന്നെന്ന് വിചാരിച്ചാൽ നമ്മൾ വന്ന് ആ സെക്ഷൻ ഒഴിവാക്കാൻ പാടില്ല, സിസ്റ്റത്തെ ബലപ്പെടുത്തണം. സക്കീർ സാർ പറഞ്ഞത് വാലിഡ് ആയ ഒരു പോയിന്റ് ആണ്. എലിയെ പേടിച്ച് ഇല്ലം ചൂടരുത് എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അതായത് നമ്മള് മറ്റു സംഘങ്ങൾ മിസ്യൂസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് സെക്ഷൻ 14 എടുത്ത് കളയുക, അനുബന്ധ സ്ഥാപനങ്ങൾ എടുത്ത് കളയുക എന്നുള്ളൊരു നയമായിരുന്നു ഇവിടെ സ്വീകരിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ആ ഒരു അനുബന്ധ കമ്പനികൾ വരേണ്ടതുണ്ട്. അനുബന്ധ കമ്പനികളായി മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ടേൺ ഓവറിനെ ബാധിക്കുകയും പിന്നീട് TDSലേക്ക് വരികയും അത് നിക്ഷേപത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് സാറ് സൂചിപ്പിച്ചത്. വളരെ വലിയൊരു വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആണ്. സഹകാരികൾ എല്ലാവരും അത് ആലോചിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോ അത് ചർച്ചയ്ക്ക് എടുക്കേണ്ടതാണ്. മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ എനിക്ക് സക്കീർ സാറിനോട് വേറൊരു ചോദ്യമുള്ളത് 194N ബന്ധപ്പെട്ട്. 194N നമ്മൾ ഇൻഡിവിജ്വൽസ്
ദോസ് ഹു ആർ നോട്ട് ഫൈൽഡ് ഇൻകം ടാക്സ് ഫോർ ലാസ്റ്റ് 3 years എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട, അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കാണ്. അതായത് സാധാരണ ഒരു ബാങ്കിൽ ഒരു വായ്പ കൊടുത്ത ഒരാൾക്ക് ഒരു 40 ലക്ഷം രൂപയുടെ വായ്പയാണ്, അല്ലെങ്കിൽ പോട്ടെ 25 ലക്ഷം രൂപയുടെ വായ്പ കൊടുക്കുന്ന ആള്, അയാൾക്ക് നമ്മൾ ക്യാഷ് ആയിട്ട് 25 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തത് എന്ന് വിചാരിക്കാം. 194N അയാളിൽ നിന്ന് TDS പിടിക്കണം എന്ന് കൃത്യമായി പറയും. അതുമായി അനുബന്ധമായിട്ട് പിന്നീട് പല നോട്ടിഫിക്കേഷനിലും എങ്ങനെയാണ് ബാങ്ക് ഇയാൾ പാൻ കാർഡ് ലിങ്ക്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രൊവിഷനൊക്കെ ഇൻകം ടാക്സ് വേറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരാൾക്ക് നമ്മൾ 30 ലക്ഷം രൂപ ക്യാഷിൽ കൊടുക്കുകയാണെങ്കിൽ ആ സംഘം അതിൽ TDS പിടിക്കണം എന്നാണ് 194N പറയുന്നത്. അപ്പം എന്റെ ചോദ്യം സാറോട്, ഇത് അപ്ലിക്കബിൾ ഫോർ ഓൾ സൊസൈറ്റീസ് ആണോ എന്നാണ്, ഇത് ഈ കേസ് മാത്രം? കാരണം മറ്റേത് 194A ഇസ് ഡിഫറെന്റ്, 50 കോടിയുടെ കേസുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. ദിസ് കേസ് ഇസ് ഡിഫറെന്റ്. സാധാരണ ചെറിയ സൊസൈറ്റി ആണെങ്കിൽ പോലും അയാൾ 30 lakhs ലോൺ കൊടുക്കുമ്പോൾ അയാൾ 194N പ്രകാരമുള്ള TDS പിടിക്കേണ്ടി വരുമോ, പിടിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ, റൈറ്റ് സർ. അപ്പോ അടുത്തത് വന്ന് 194N ആണ്. ഇത് ഒരു അഗൈൻ ഡിഫറെന്റ് TDS ആണ്. സാധാരണമായിട്ട് വന്ന് TDS എന്ന് പറയുമ്പോൾ വരുമാനം ഉണ്ടാക്കற ഒരു പേയ്മെന്റിന്റെ പേരിലാണ് ശരിക്കും വന്ന് TDS നമ്മൾ പിടിക്കുന്നത്. TDSന്റെ പർപ്പസ് എന്താ പറഞ്ഞാൽ ടാക്സ് വന്ന് അഡ്വാൻസ് ആയിട്ട് സർക്കാർക്ക് കിട്ടണം, അതാണ് ദാറ്റ് ഈസ് എ പർപ്പസ്. പക്ഷേ നോർമലി ഒരു അക്കൗണ്ടിൽ നമ്മൾ പൈസ വിഡ്രോ ചെയ്തത് കൊണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പൈസ വിഡ്രോ ചെയ്തത് കൊണ്ട് അത് ഇൻകം കോമ്പറേറ്റ് ഇല്ല ശരിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ വന്ന് അത് ശരിക്കും ഒരു ആർഗ്യുബിൾ ഒരു വിഷയമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ശരിക്കും വന്ന് എന്താ പറയുക, വലുതായിട്ട് ശക്തമായിട്ട് ആരും വന്ന് ഇതിൽ വന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 194N എന്താ പറയുന്നേ, 1 കോടിയുടെ മുകളിൽ അല്ലെങ്കിൽ 20 ലക്ഷത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ 3 കോടിയുടെ മുകളിൽ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് പല അക്കൗണ്ട്സിലിരുന്ന്, ഒരു സ്ഥാപനത്തിൽ നിന്ന് പല ബ്രാഞ്ചുകളിലിരുന്ന്, ഓക്കെ, അത് 20 ലക്ഷമോ 1 കോടിയോ 3 കോടിയോ അതിനാ പിന്നെ പറയാം. ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രഷോൾഡ് അമൗണ്ടിന്റെ മുകളിലെ നമ്മൾ എത്ര വിഡ്രോ ചെയ്യുന്നോ അതിന്റെ പേരിലെ 2% TDS കട്ട് ചെയ്തിട്ടാണ് ആ ബാങ്ക് വന്ന് നമുക്ക് പൈസ തരും. ഇതാണ് ശരിക്ക് നിലവിലുള്ളത്. അപ്പൊ ഇത് വന്ന് നിങ്ങൾ വന്ന് ഒരു ഏത് ബാങ്ക് നിങ്ങൾ പോയി കഴിഞ്ഞാലും, അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പ്രൈവറ്റ് ബാങ്ക്സ്, റിസർവ് ബാങ്ക്, അല്ല എവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാലും അവരെന്താ ചെയ്യുന്നത്, അവർ വന്ന് ക്യാഷ് വന്ന് കൊടുക്കുമ്പോ ഒരു 20 ലക്ഷത്തിന് മുകളിൽ കൊടുക്കുമ്പോ അല്ലെങ്കിൽ 1 കോടിയുടെ മുകളിൽ കൊടുക്കുമ്പോ അവരെന്താ ചെയ്യുന്നത്, 2% ടാക്സ് കട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ ഇത് വന്ന് ഈ കോർപ്പറേഷൻ മിനിസ്ട്രി കേന്ദ്രത്തിൽ വന്നതിന് ശേഷം പല ഇനിഷ്യേറ്റീവ്സ് എടുത്തതിന്റെ ഭാഗമായിട്ട് കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് ഈ 1 കോടി ലിമിറ്റ് ഉള്ളത് 3 കോടിയായിട്ട് ആക്കി. പക്ഷെ ഇപ്പോഴും വന്ന് ചില കമേഴ്ഷ്യൽ ബാങ്ക്സിൽ വന്ന് ഇത് അറിയാതെ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, 1 കോടിയുടെ ലിമിറ്റ് മനസ്സിലാക്കിയിട്ട് 1 കോടിയുടെ മുകളിൽ കൊടുക്കുന്ന ക്യാഷ് അമൗണ്ടിന്റെ പേരിൽ ടാക്സ് പിടിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് നമ്മൾ വന്ന് ശരിക്കും ക്ലാരിഫിക്കേഷൻ കൊടുക്കണം, നമ്മൾ വന്ന് അവർക്ക് വന്ന് എന്താ പറയാ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. പക്ഷെ നമുക്കറിയാതെ തന്നെ നമ്മളുടെ അക്കൗണ്ടിലെ TDS കമേഴ്ഷ്യൽ ബാങ്കിൽ പിടിക്കുന്നത്, ലൈക്ക് ICICI ബാങ്ക് പിടിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വന്ന് 3 കോടി രൂപ വരെ ക്യാഷ് വിഡ്രോ ചെയ്യുക ഒരു സ്ഥാനത്തിലിരുന്ന്. സപ്പോസ് ഒരു സർവീസ് ബാങ്ക് 2 ബാങ്കിൽ അക്കൗണ്ട് വെച്ചിട്ടുണ്ട്, ICICI ബാങ്കിൽ വെച്ചിട്ടുണ്ട്, പിന്നെ കേരള ബാങ്കിൽ വെച്ചിട്ടുണ്ട്. ICICI ബാങ്കിൽ നിന്നും 3 കോടി വരെ വിഡ്രോ ചെയ്യുക, കേരള ബാങ്കിൽ നിന്നും 3 കോടി വിഡ്രോ ചെയ്യുക, TDS ഒന്നുമില്ല. 3 ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ഇരുന്നാൽ 3 ബാങ്കിൽ നിന്നും 3 കോടി വരെ വീതം നമുക്ക് വന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലിമിറ്റ് ആണ് 3 കോടി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 2 അക്കൗണ്ട് ഉണ്ട്, 3 അക്കൗണ്ട് ഉണ്ട്, അത് 3 ടോട്ടൽ ചെയ്താൽ അതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കണക്ക്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് 3 ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്താൽ ആ 3 ബ്രാഞ്ചിന്റെ ടോട്ടൽ ചെയ്തിട്ടാണ് ഈ ലിമിറ്റ്, ഈ 3 കോടി. ഓക്കെ, ശരി. അപ്പോ 3 കോടി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. മറ്റു സ്ഥാപനങ്ങൾക്ക്, ഇൻഡിവിജ്വൽസിനും സ്ഥാപനങ്ങൾക്കും 1 കോടിയാണ്. അപ്പൊ എന്താണ് 20 ലക്ഷം? 20 ലക്ഷം പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാതെ ആൾക്കാരായിരുന്നാൽ
ഫോർ എക്സാമ്പിൾ ഇപ്പൊ സർവീസ് ബാങ്ക് എല്ലാവരും വന്ന് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നു. അതുകൊണ്ട് സർവീസ് ബാങ്ക് ആർക്കും വന്ന് 20 ലക്ഷത്തിന്റെ മുകളിലെ 20 ലക്ഷം വരെയുള്ള പ്രശ്നം വരില്ല. എല്ലാ സർവീസ് ബാങ്കുകൾക്കും 3 കോടിയാണ് ലിമിറ്റ്. 3 കോടി വരെ ലിമിറ്റ് എന്ന് പറയും വിഡ്രോ ചെയ്യാം. പക്ഷേ ഈ വെൽഫെയർ സൊസൈറ്റീസ്, മിസ്ലേനിയസ് സൊസൈറ്റീസ്, മറ്റേ എന്താ പറയാ ഡെപ്പോസിറ്റ് മേടിക്കുന്ന നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അവരെല്ലാം വന്ന് കുറെ ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സ്ഥാപനങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോൾ 20 ലക്ഷത്തിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ 2% TDS പിടിക്കും. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുള്ളത് കൊണ്ട് 3 കോടി വരെ അവർ വിഡ്രോ ചെയ്യുക. 3 കോടിയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ 5% TDS പിടിക്കും. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഉള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുള്ളത് രണ്ട് amount ആണ്, ത്രെഷോൾഡ് amount. ഒന്ന് 20 ലക്ഷം ആർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക്, റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് 3 കോടി. ശരി സാറ്. ശ്രീ എനിക്ക് തോന്നുന്നു ശ്രീധർ. സർ, ഞാൻ എന്റെ ചോദ്യം സാർ മനസ്സിലായല്ലോ. അതായത് സംഘം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കസ്റ്റമർക്ക് വായ്പ കൊടുത്തു. ആ വായ്പ 30 lakhs ആണ് വായ്പ തുക എന്ന് വെച്ചാൽ ഇൻ ക്യാഷിൽ കൊടുത്തു. ഒരു ഇൻ ക്യാഷിൽ കൊടുക്കും പിടിക്കണമെന്നുള്ള കാരണം. അപ്പോ ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ വന്ന് മനസ്സിലാക്കാൻ നമ്മൾ വന്ന് 2 വിഷയങ്ങളെ കമ്പയർ ചെയ്യണം. ഒന്ന് വന്ന് TDS വേറെയാണ്, പിന്നെ ക്യാഷ് വിഡ്രോയിലിന്റെ റെസ്ട്രിക്ഷൻ വേറെയാണ്. TDS വേറെയാണ്, ക്യാഷ് വിഡ്രോയിലിന്റെ റെസ്ട്രിക്ഷൻ വേറെയാണ്. ക്യാഷ് വിഡ്രോയൽ ചെയ്ത് കഴിഞ്ഞാൽ TDS ആണ്. പക്ഷേ ക്യാഷ് വന്ന് നിങ്ങൾ ഇത്ര amount മാത്രമാണ് കൊടുക്കാൻ പറ്റും പറഞ്ഞ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റെസ്ട്രിക്ഷനെ നിങ്ങൾ വന്ന് എതിർത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈക്വൽ amount പെനാൽറ്റിയാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് തോന്നുന്നു ശ്രീത്തിന്റെ ഡൗട്ട്, ഒരു ബാങ്കിങ് കമ്പനി ഈ TDS പിടിക്കുന്ന രീതിയിൽ, ക്യാഷ് വിഡ്രോളിന് TDS പിടിക്കുന്ന രീതിയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി TDS പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതായിരിക്കാം ശ്രീത്തിന്റെ ഡൗട്ട്. 194N പ്രകാരം ഒരു സഹകരണ സ്ഥാപനം TDS 194N പ്രകാരം ക്യാഷ് വിഡ്രോളിന്റെ പേരില് ഒരു സഹകരണ സ്ഥാപനം TDS പിടിക്കാൻ ആവശ്യമില്ല. കോപ്പറേറ്റീവ് ബാങ്കിൽ മാത്രം ചെയ്താൽ മതി, നമ്മുടെ സൊസൈറ്റികൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെ ശ്രീധർ ഡൗട്ട് അതല്ലേ? ബാങ്കിന്റെ പേര് ഉപയോഗിച്ചാലും നിങ്ങൾ പിടിക്കണ്ട. അല്ല, എന്റെ ചോദ്യം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പേയ്മെന്റ് ഇൻ ക്യാഷ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവിടെ ബാങ്ക് എന്നുള്ള വാക്ക് ഉണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. അല്ല, 194AN പറയുന്നത് ബാങ്കിങ് കമ്പനി, കോപ്പറേറ്റീവ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് ഷാൽ ബി റെക്വയർഡ് ടു ഡിഡക്ട് സെറ്റ് സോഴ്സ് എന്നാ പറയുന്നത്. അപ്പൊ അതിനകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുന്നില്ല, കോപ്പറേറ്റീവ് ബാങ്കേ വരുന്നുള്ളൂ. ശ്രീത്തെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. സർ പറയൂ സർ. മറ്റേ 269SS ആണ് ശ്രീത്ത് പറയുന്നത്, 194N 194A അല്ല. അല്ല 269SS അല്ല സർ. എന്റെ ചോദ്യം എന്തായിരുന്നു, ക്യാഷ് പേയ്മെന്റിന്റെ കാര്യം 194N സാധാരണ ഇപ്പൊ സംഘങ്ങൾക്ക് 1 കോടി രൂപ 3 കോടിയാണ് ഇപ്പോഴത്തെ ലിമിറ്റ്. ഈ അതിലൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് 20 ലക്ഷമാണ് ലിമിറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ലിമിറ്റിനെ കുറിച്ചിട്ടായിരുന്നു എന്റെ ചോദ്യം ഉണ്ടായിരുന്നത്. അത് നമ്മളെ സംഘത്തിന് കസ്റ്റമർക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ അത് പിടിക്കേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. സാജു സാർ പറഞ്ഞതുപോലെ ഈ 194N കംപ്ലൈ ചെയ്യാനുള്ള ആൾക്കാർ ആരാണ് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് പോസ്റ്റ് ഓഫീസ്, ലൈക്ക് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ലൈക്ക് ബാങ്കിങ് കമ്പനി, അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ വന്ന് ട്രഷറി ഇല്ല. സോ ട്രഷറിയിൽ ഇരുന്ന് നിങ്ങൾ എത്ര കോടി വിഡ്രോ ചെയ്യാം, പ്രശ്നമില്ല. 194N ബാധിക്കില്ല. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ എത്ര പൈസ വിഡ്രോ ചെയ്യും, പ്രശ്നം വ്യക്തമാണ്. ഇനിയിപ്പോ ഏതായാലും പിള്ള സാറ് പറഞ്ഞൊരു വിഷയം 269SS ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇപ്പം അതൊരു വലിയ തർക്ക വിഷയമാണ്. ഈ സഹകരണ സംഘങ്ങൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, സഹകരണ സംഘങ്ങളൊക്കെ ഈ 2 lakhs എന്ന് പറയുന്ന ലിമിറ്റിൽ ആണ് ഞങ്ങളുടെ സഹകരണ സംഘങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത്. 2 lakhs and below എന്നുള്ളതാണ്. അതാണ് നമ്മളെ ഒരു ധാരണയെന്ന്. പല സംഘങ്ങളും അതുപോലെയാണ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. പക്ഷെ ചില സംഘങ്ങളൊക്കെ പലപ്പോഴും ഡെപ്പോസിറ്റ് ഒക്കെ വരുന്ന സമയത്ത് 10 ലക്ഷമോ 15 ലക്ഷമോ ക്യാഷിൽ വാങ്ങാറുണ്ട്. അതിനെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം? 269SS ഉം 269T നമുക്ക് ബാധകമാണ്. നമുക്ക് മാത്രമാണ് ഈ 2 lakhs up to 2 lakhs. ബാക്കി വ്യക്തികൾക്കും വ്യക്തികളുടെ കൂട്ടായ്മകൾക്കും ഒക്കെ 20,000 ഉള്ളൂ.
20,000 മാത്രമാണ്. അതുപോലെ തന്നെ 2023 ഏപ്രിൽ 1 മുതലാണ് 1 crore ആയിരുന്നത് 3 crores ആയിട്ട് നമുക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പാക്സിന് മാത്രമേ ഉള്ളത് 3 crores 194. സാർ ഈ ചോദ്യം എന്താ വെച്ചാല്, നമുക്ക് ഈ 2 lakh ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം. അതിന്റെ ലിമിറ്റ് അത് വൺ ടൈം ഒരു ദിവസമാണോ, അതൊരു വർഷമാണോ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വ്യക്തിയുടെ നിന്ന് വാങ്ങാവുന്ന പരമാവധി ക്യാഷ്, അത് വായ്പാ തിരിച്ചടവായോ നിക്ഷേപമായോ അപ് ടു 2 lakhs. 2 lakhs വാങ്ങിയാൽ 100% ഫൈൻ. രണ്ടിനുള്ളിലേ പാടുള്ളൂ. എന്റെ ഒരു ധാരണ അനുസരിച്ച് അത് ഒരു ഒറ്റ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ദിവസം എന്നല്ല, അതോ ഇയർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ പെർ ഡേ ആണ്. മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആണെന്നാണ് എനിക്ക് എന്റെ ഒരു ധാരണ. അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ അല്ല ശ്രീജിത്ത, 269 SS-ഉം 269 T-യും പെർ ഡേ ആണ്. ഒരു ദിവസം ഒരു വ്യക്തിയുടെ നിന്ന് വാങ്ങാവുന്ന ക്യാഷ്, നിക്ഷേപമായാലും വായ്പയായാലും വായ്പാ തിരിച്ചടവായാലും ഏതായാലും ശരി 2 ലക്ഷമേ പാടുള്ളൂ. അപ് ടു 2 lakhs. സാറേ തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ സാറേ? തിരിച്ചു കൊടുക്കുന്നതിന് 2 ലക്ഷത്തിന്റെ 2 ലക്ഷത്തിനുള്ളിലേ പറ്റുള്ളൂ. അതിന് നമുക്ക് വേറെ മാർഗങ്ങൾ നോക്കണം. ചെക്ക് കൊടുക്കാം, വേറെ ചെക്ക് കൊടുക്കാം. അതില് പിള്ള സാർ അതില് ഒരു ക്ലാരിറ്റി ഉണ്ട്. സക്കീർ ഹുസൈൻ സാറിന് പറയാനുണ്ടാവും അതിനകത്ത്. ഓക്കെ, പിള്ള സാർ പറഞ്ഞത് വന്ന് ഒരു വിഷയത്തിൽ ശരിയാണ്. അതായത് 269 ST ആണ്. 269 ST-ലാണ് സാറ് വന്ന് പെർ ഡേ എന്ന് പറഞ്ഞ വിഷയം. ഓക്കെ, പക്ഷേ ഇപ്പോ മിസ്റ്റർ ശ്രീജിത്ത് ചോദിച്ചത് വന്ന് 269 SS ആണ്. 269 SS-ല് വന്ന് ഇപ്പൊ ഞാൻ 2 വിഷയങ്ങളുണ്ട്. ആദ്യം ഞാൻ മറന്നു പോകാനുള്ള വിഷയത്തെ ആദ്യം ഞാൻ പറയാം. ഓക്കെ, എന്താ പറഞ്ഞാല് കേരളത്തിലെ നമ്മൾ എന്നെ പോലുള്ള ആൾക്കാർ, ഈവൻ പിള്ള സാർ പോലുള്ള ആൾക്കാർ പഠിപ്പിച്ച വിഷയം പല വർഷങ്ങളായിട്ട്. കാരണം ഇത് 269 SS 1984 വന്ന ഒരു വിഷയമാണ്. പക്ഷെ 269 ST വന്ന് 2017 വന്നതാണ്. ഈ 2017 ഇങ്ങനെ ഒരു അമെൻഡ്മെന്റ് വരുമ്പോ ഇൻകം ടാക്സ് അധികാരികൾ വന്ന് അത് കുറിച്ചിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇത് എന്താണ്, ഇത് ഡെപ്പോസിറ്റ് ബാധിക്കുമോ അല്ലെങ്കിൽ വായ്പാക്ക് മാത്രം ബാധിക്കുമോ, ഇങ്ങനത്തെ ഒരു അനാലിസിസ് ചെയ്യാൻ തുടങ്ങുമ്പോ ആ സമയത്തിലാണ് അവർക്ക് മനസ്സിലായി 269 SS-ഉം കൂടി ഉണ്ട്. ഡെപ്പോസിറ്റ് വന്ന് പ്രത്യേകമായിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, അത് 269 SS ആണ്, അത് ഓൾറെഡി ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലായിട്ടാണ് ചില സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ നോട്ടീസ് അയക്കാൻ തുടങ്ങി. അപ്പോ ആ സമയം അതായത് 2017 ആ സമയത്തില് ഈ 269 SS വന്ന് ലിമിറ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 20,000 അല്ലെങ്കിൽ അതിന്റെ മുകളിൽ. ഞാൻ അങ്ങനെ പഠിപ്പിച്ച് എന്റെ ആർട്ടിക്കിളില് എന്റെ പുസ്തകം എല്ലാ കാര്യത്തിലും ഇതാണ് ഉണ്ടാവും. ഇവർ പിള്ള സാർ എടുത്ത് ഞാൻ വന്ന് ആ സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ കൺഫേം ചെയ്തതും ഈ 20,000 ലിമിറ്റ് ആണ്. പക്ഷെ കേരളത്തിലെ വന്ന് ഇൻവേരിയബിളി, അത് ആരാണ് പഠിപ്പിച്ച് എനിക്കറിയില്ല, ഇൻവേരിയബിളി പല സ്ഥാപനങ്ങൾ മനസ്സിലാക്കിയത് വന്ന് 2 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ മുകളിൽ. ഇപ്പൊ അത് അമെന്റ്മെന്റിൽ വന്ന്, പക്ഷെ അത് നേരത്തെ മനസ്സിലാക്കിയത് എന്താണ്, 2 ലക്ഷം അല്ലെങ്കിൽ അതിലെ മുകളിലാണ്. അപ്പൊ നമുക്ക് 1,99,999 വരെ നമുക്ക് ഡെപ്പോസിറ്റ് മേടിക്കാം, ക്യാഷിൽ മേടിക്കാം, അങ്ങനെയാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചു കൊടുക്കുന്നത്. ഇല്ല, ഇപ്പൊ റീസെന്റ് ഇനീഷ്യേറ്റീവ്സ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, നിർമ്മല സീതാരാമന്റെ ഒരു വാചകം, പാക്സിന്റെ PCRDB-ന്റെ അവരുടെ സർവീസ് മനസ്സിലാക്കിയിട്ട് ആ 2 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ 20,000 ലിമിറ്റ് വന്ന് എൻഹാൻസ്ഡ് ടു 2 lakhs അങ്ങനെ കൊടുത്തു, അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇപ്പോ സർവീസ് ബാങ്ക് എടുക്കാം, 2 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു സർവീസ് സഹകരണ ബാങ്ക് വന്ന് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല. പക്ഷെ സർവീസ് ബാങ്ക് അല്ലാതെ, അതായത് PCRDB അല്ലാതെ ബാക്കിയുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളും, അതായത് എല്ലാ ക്രെഡിറ്റ് സ്ഥാപനങ്ങളും, മിസ്ലേനിയസ് സ്ഥാപനങ്ങൾ, ബാക്കിയുള്ള എല്ലാവരും 20,000 അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഡെപ്പോസിറ്റുകൾ ക്യാഷിൽ സ്വീകരിക്കാൻ പാടില്ല. മുത്തൂറ്റ് ഫൈനാൻസ് പോലുള്ള സ്ഥാപനങ്ങളും എത്ര വലിയ സ്ഥാപനമാണ്, അവർക്കും ഈ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഡെപ്പോസിറ്റ് ബാങ്കിലെ എല്ലാ സ്ഥാപനങ്ങളും റെസ്ട്രിക്ഷൻ ഉണ്ട്. എക്സംഷൻ ആരാണ്? കോപ്പറേറ്റീവ് ബാങ്ക്സ് കമ്മിങ് അണ്ടർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. കേരള ബാങ്ക്, അർബൻ ബാങ്ക്, അവർക്ക് എക്സംഷൻ ആണ്. അവർ എത്രയും വാങ്ങിക്കാം, എത്രയും കൊടുക്കാം. അതേപോലെ കമേഴ്ഷ്യൽ ബാങ്ക്സ്, ഹിസാബ് ബാങ്ക്, അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ബാങ്കിങ് ലൈസൻസ് അല്ലാത്ത സ്ഥാപനങ്ങൾക്ക് 20,000 ലിമിറ്റും പിന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും PCRDB-ക്ക് മാത്രം 2 ലക്ഷം ലിമിറ്റും. ഇതാണ് ഇപ്പൊ നിലവിലുള്ളത്.
മറ്റു സംഘങ്ങളൊക്കെ 20,000 മുകളിൽ ക്യാഷ് വാങ്ങാൻ പാടില്ല. നമ്മളെ ടാക്സ് അല്ലാത്ത സംഘങ്ങൾക്കൊന്നും വാങ്ങാൻ പാടില്ല. അടുത്ത ചോദ്യം മിസ്റ്റർ സി ജി ചോദിച്ച ചോദ്യത്തിന് കൊണ്ടാണ് മറുപടി കൊടുക്കുക. അതായത് ഈ 20,000 ഉള്ളത് പെർ ഡേവാ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ്? 20,000 സോറി 2 ലക്ഷം. സർവീസ് ബാങ്കിക്ക് അല്ല, ഏത് സർവീസ് ബാങ്കോ അല്ലെങ്കിൽ സർവീസ് ബാങ്കാണ് 2 ലക്ഷം, മറ്റുള്ളവർക്ക് 20,000 ഇല്ലേ? അപ്പോ സർവീസ് ബാങ്കുകൾക്ക് എത്ര ഈ 2 ലക്ഷം പറഞ്ഞാൽ പെർ ഡേവാ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്? എക്സാക്ട്ലി 100% ഒരു സംശയം വേണ്ട, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ 1,90,000 രൂപ ഒരു വ്യക്തി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ക്യാഷിൽ. പ്രശ്നമില്ല, നമ്മൾ വന്ന് വാങ്ങിക്കുന്നു. കാരണം 2 ലക്ഷം എത്തിയിട്ടില്ല, 1,90,000 മാത്രമാണ്. അപ്പൊ ക്യാഷിൽ വാങ്ങിച്ചു. ഇപ്പോ അതേ കസ്റ്റമർ രണ്ടാമത് പ്രാവശ്യം വരുമ്പോ ആ വർഷത്തില് 10,000 രൂപ കൊണ്ടുവന്നാൽ അപ്പൊ എത്രയായി? രണ്ടും കൂടിയിട്ട് 1,90,000 പ്ലസ് 10,000 രണ്ടും കൂടിയിട്ട് 2 ലക്ഷമായി. ഈ 10,000 വന്ന് എങ്ങനെ മേടിക്കാൻ പറഞ്ഞാൽ അക്കൗണ്ട് പേ ചെക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് പേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ വഴിയാണ് മേടിക്കണം. ദാറ്റ് മീൻസ് ഇതിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ 2 ലക്ഷം പറഞ്ഞാൽ അത് ഇൻ എ ഇയർ, അതായത് ഡെപ്പോസിറ്റ് ഇൻ എ ഇയർ ടോട്ടൽ. ഡെപ്പോസിറ്റ് ഷാൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ ക്യാഷ്, അവിടെയാണ് പറയുന്നത്. 269 SS എവിടെയും പെർ ഡേ എന്ന് പറഞ്ഞിട്ടില്ല. ആ വേർഡ് ഡേ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടേ ഇല്ല. പക്ഷെ ആ പെർ ഡേ എവിടെയാണ് വരുന്നത്? 269 ST മാത്രം വരുന്നു. അതെ. അപ്പൊ ഈ എടുക്കുന്ന എല്ലാവരുടെയും കൂടി ഒരു അറിവിലേക്ക് വീണ്ടും നമ്മൾ ഈ വിഷയം പറയുകയാണ്. അതായത് സാറ് പറഞ്ഞത് കേരളത്തിലെ ടാക്സുകൾക്ക് മാത്രമാണ് 2 lakhs എന്നുള്ള ലിമിറ്റ് ഉള്ളത്. അതല്ലാത്ത എല്ലാ സംഘങ്ങളുടെയും ക്യാഷ് ലിമിറ്റ് പറയുന്നത് 20,000 രൂപയാണ്. അത് വാങ്ങുന്നതായാലും കൊടുക്കുന്നതായാലും 20,000 തന്നെയാണ് എന്ന്. അത് ഇനി ടാക്സുകൾക്കാണ് 2 ലക്ഷം എല്ലാ സമയത്തോ അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും ഇല്ല. അത് ഔട്ട്സ്റ്റാൻഡിങ്ങിന് മാത്രമാണ് എന്ന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ് സാറ് അത് വീണ്ടും നമ്മൾ ഒന്നുകൂടി എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും ഈ ഇതിൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ 2 lakhs ഒന്നുകൂടെ പറയാമോ? അതായത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരാള് ഇപ്പൊ സാറിന്റെ ഉദാഹരണം പറഞ്ഞു, ഒരാളുടെ അക്കൗണ്ടിൽ 1,90,000 രൂപ ആണ് അയാളെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നതെങ്കിൽ ഓക്കെ, അയാൾക്ക് 1,90,000 രൂപ സംഘത്തിന് വാങ്ങാൻ വേണ്ടി പറ്റും. അയാളുടെ അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ പിറ്റേ ദിവസം വന്നിട്ട് ഒരു 2 ലക്ഷം രൂപ കൊണ്ടുതരികയാണെങ്കിൽ അത് വാങ്ങാൻ പറ്റില്ല, ഔട്ട്സ്റ്റാൻഡിങ് മാറി. അതേപോലെ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്തും ഒരാളുടെ അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപയുണ്ട്, അപ്പൊ അതിൽ രൂപ ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അയാളുടെ അക്കൗണ്ടിൽ 2 ലക്ഷം താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നാണ് സാർ അത് പറഞ്ഞത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഈ ഇത്തരം വിഷയങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. ചോദ്യങ്ങൾ നേരിട്ട് സാറോട് ചോദിക്കുക. ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ സംശയം ഈ 2.5 ലക്ഷം രൂപ ബൈ ട്രാൻസ്ഫർ ആയി വന്നുള്ള ക്യാഷാണ് എങ്കിലോ, പിന്നെ നമ്മൾ 1 ലക്ഷം രൂപ ക്യാഷ് അടയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ ബാധിക്കുമോ? അത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്നുള്ള തുകയാണ് പറഞ്ഞത്, അല്ലാതെ അത് ട്രാൻസ്ഫർ ആയിട്ട് വന്നാലും ക്യാഷ് ആയിട്ട് വന്നാലും ശരി, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ന് പറയുന്ന കാര്യം ഉള്ളത്. അപ്പൊ 2.5 ലക്ഷം രൂപ ഇതിലെ ട്രാൻസ്ഫർ ചെയ്ത് വന്നാലും അയാൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് 2.5 ലക്ഷം ഇല്ലേ? അത് പ്രായോഗികമാണോ എന്നുള്ള ചോദ്യം വേറെ കാര്യം. സാർ അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുമോ? സാർ ഇതിന്റെ പർപ്പസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബ്ലാക്ക് മണി ആകാൻ പാടില്ല. അതുകൊണ്ട് ക്യാഷ് വന്ന് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ ഏതേനും ഒരു സ്ഥലത്തിലെ നമ്മളുടെ ക്യാഷ് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആ ക്യാഷിന്റെ സോഴ്സ് വന്ന് ഡിപ്പാർട്ട്മെന്റ് കിട്ടും. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ചെറിയ എമൗണ്ട് ആയിരുന്നാൽ നിങ്ങൾ വന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും, പ്രശ്നമില്ല. പക്ഷെ വലിയ എമൗണ്ട് ആയിരുന്നാൽ നിങ്ങൾ വന്ന് അക്കൗണ്ട് വഴിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മണി വന്ന് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ക്യാഷ് റെസ്ട്രിക്ഷൻ, ഇതൊന്ന് ക്യാഷ് റെസ്ട്രിക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോ 1,90,000 ക്യാഷ് കൊടുത്ത് പക്ഷെ അടുത്ത ഒരു 10,000 രൂപ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ ടോട്ടൽ ഡെപ്പോസിറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആ വ്യക്തിയുടെ പേരിൽ 20,000 ആയി. അപ്പൊ അതുകൊണ്ട് എന്താക്കുന്നത്, ആ 10,000 വന്ന്
എന്താ ചെയ്യുന്നത്? അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 10,000 വന്ന് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് എന്തായി? ആ വ്യക്തി വന്ന് ഏതെങ്കിലും ഒരു കമേഴ്ഷ്യൽ ബാങ്കില് അല്ലെങ്കിൽ കേരള ബാങ്കില് അല്ലെങ്കിൽ അർബൻ ബാങ്കില് പാൻ കാർഡ് കൊടുത്ത ഒരു വ്യക്തിയായിരിക്കും. പാൻ കാർഡ് കൊടുത്ത ഒരു വ്യക്തി ഒരു അക്കൗണ്ടിൽ ഇരുന്ന്, ഏത് അക്കൗണ്ട്? ഒരു കമേഴ്ഷ്യൽ ബാങ്കോ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനിയിലിരുന്നോ അല്ലെങ്കിൽ ലൈസൻസ്ഡ് കോപ്പറേറ്റീവ് ബാങ്കിലിരുന്നോ ഒരു അക്കൗണ്ട് ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ അമൗണ്ട് വന്ന് അവിടെ റെക്കോർഡ് ആക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ പാൻ കാർഡ് കൊടുത്തിട്ടുണ്ട്, അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരെ ട്രാക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ 216SS ഉണ്ട്. അടുത്തത് ഇതന്നെ, അടുത്ത ഒരു വിഷയം എന്താ പറഞ്ഞാൽ 216T പറയാം. ഇൻ കേസ് ഒരു വ്യക്തി 1,90,000 ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ക്യാഷിൽ ചെയ്ത്, ഓക്കെ, പ്രശ്നമില്ല, ക്യാഷിൽ നമ്മൾ മേടിച്ചു. പക്ഷേ ഇൻട്രസ്റ്റ് അവർക്ക് വന്ന് വരുന്ന 20,000 ഇൻട്രസ്റ്റ് വരുന്നു, അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നു. ഓക്കെ, അപ്പോ വിത്ത് ഇൻട്രസ്റ്റ് നമ്മൾ സർവീസ് ബാങ്ക് വന്ന് അവർക്ക് ഇപ്പൊ പൈസ കൊടുക്കണം, 2,10,000 കൊടുക്കണം. അപ്പൊ വാങ്ങിക്കുമ്പോ ക്യാഷിലെ വാങ്ങിച്ചിട്ടില്ല, പക്ഷേ ആ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുമ്പോ 2,10,000 ആണത് കൊണ്ട് 2 ലക്ഷം എത്തിയത് കൊണ്ട് ആ 2,10,000 വന്ന് ക്യാഷിൽ കൊടുക്കാൻ പാടില്ല. അവർക്ക് കേരള ബാങ്ക് ചെക്കോ അല്ലെങ്കിൽ അവർക്ക് DDയോ അല്ലെങ്കിൽ അവർ ഏത് അക്കൗണ്ടിൽ പറയുന്നോ ആ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോ നിങ്ങൾ നേരത്തെ ഉള്ള ഒരു ചോദ്യം, ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ലേ, ആ 10,000 മാത്രം കണക്ക് കാണിച്ച് എന്താ കാര്യം, അതുകൊണ്ട് എന്താ ഗുണം കിട്ടാൻ പോകുന്നു, ഇൻകം ടാക്സ് എന്താ ഗുണം കിട്ടാൻ പോകുന്നു നിങ്ങൾ വിചാരിച്ചാൽ, ആ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പോകുന്നു? ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോ 2 ലക്ഷത്തിന് മുകളിൽ കൊടുക്കാൻ പോകുന്നു അല്ലെ, 2 ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിൽ കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് എങ്ങനെ അക്കൗണ്ട് വഴിയിൽ കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ആ പൈസയുടെ സോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാവും. എല്ലാവർക്കും ക്ലാരിഫൈ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഒരുപക്ഷെ പ്രായോഗികമായിട്ട് നമുക്ക് നടക്കുന്ന വിഷയമല്ല, എങ്കിൽ പോലും നമ്മൾക്ക് ഒരു എത്രയും പെട്ടെന്ന് കോപ്പ് ചെയ്യേണ്ട ഒരു നിയമത്തിൽ പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളതിനെ ഘട്ടം ഘട്ടമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പരമാവധി ക്യാഷ് ട്രാൻസാക്ഷന്റെ ലിമിറ്റ് കുറയ്ക്കാന്നുള്ളത്. മിക്കവാറും ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ, നാഷണലൈസ്ഡ് ബാങ്കിൽ കിടക്കുന്ന ആളുകളോട് നമ്മൾ ചില സംഘങ്ങൾ പറയുന്നത് നിങ്ങൾ ക്യാഷ് എടുത്തോണ്ട് വരാനാ പറയും. അങ്ങനെ ചെയ്യുന്ന സംഘങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആ എമൗണ്ട് ഒന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് നിന്ന് ട്രാൻസ്ഫർ ചെയ്യിച്ച് പരമാവധി നമ്മൾ ഇനീഷ്യൽ ലെവലിൽ ക്യാഷ് ട്രാൻസാക്ഷന്റെ വോളിയം കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു അവയർനെസ്സും, അതായത് നമ്മളൊരു ബാങ്ക് അല്ല എന്നുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും നമുക്കുള്ളിൽ ഉണ്ടാവണം. നമ്മൾ ബാങ്കിനെ പോലെ ആക്ട് ചെയ്യാൻ നിന്നാൽ ആണ് ഇതിന്റെ ബുദ്ധിമുട്ട്. നേരെ മറിച്ച് നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ആ എന്നുള്ള രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറേം കൂടി നന്നായിരിക്കും. ഒരു സംശയം സഹീർ സാറിനോടാണ്, ഒരു അഭിപ്രായം ചോദിക്കാനാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഈ ഒക്ടോബറിലെ വിധി പ്രകാരമുള്ള TDSന്റെ ഒരു കേസ് ഉണ്ടല്ലോ, ആ TDSന്റെ കേസിൽ ഇപ്പൊ നമുക്ക് സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് വിധി വന്നിട്ടുള്ളത്. അതിനെതിരെ അപ്പീൽ പോയാൽ എന്തായാലും 2-3 കൊല്ലം അതൊന്നും നീണ്ടു കിട്ടൂല. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇതിൽ കണ്ടെത്താൻ കഴിയില്ല സാർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഞങ്ങളുടെ അടുത്തൊരു കമ്പനി ഉണ്ട്, കമ്പനിയിലേക്ക് ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത് ഒരു സാവകാശം കിട്ടൂല ഈ കാര്യത്തിൽ. ഈ വർഷം ഞങ്ങളൊക്കെ പിന്നെ 50 കോടി കടക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ 49 സംതിങ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അതിലും ഒരു 10 മടങ്ങ് കൊടുക്കും. കാരണം സെയിൽസ് വല്ലാണ്ട് കൂടിയുണ്ട്. ഇതൊന്ന് സക്കീർ സാറിന്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. സാറ് 100% സാറ് എഴുതി വെച്ചോ, ഈ കേസ് നമുക്ക് ജയിക്കാൻ കഴിയില്ല. എത്ര വലിയ ഒരു വക്കീൽ നമ്മൾ കൊണ്ടുവന്നാൽ ഈ കേസ് 194A3 വന്ന് നമുക്ക് ജയിക്കാൻ കഴിയില്ല. വളരെ ക്ലാരിറ്റി, സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതിൽ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല സാർ. നമ്മൾ വന്ന് ഇതുവരെ നമ്മൾ ജയിച്ച ഇൻകം ടാക്സിലെ വന്ന് ഇതുവരെ നമ്മൾ ജയിച്ച കേസിന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാർ? ഇതുവരെ നമ്മൾ ജയിച്ച കേസ് എന്താണ്? ATP വന്ന് ആൾറെഡി എല്ലാവർക്കും അറിഞ്ഞ ഒരു വിഷയമാണ്. ATP വന്ന് നമുക്ക് ഒരു ബെനിഫിഷ്യൽ ഒരു സെക്ഷനാണ്, ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടാനുള്ളതാണ്. പക്ഷേ കേരളത്തിലുള്ള ഇൻകം ടാക്സ് അധികാരികൾ വന്ന് അവര് ടാർഗറ്റ് പൂർത്തി ചെയ്യാൻ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത്, അവരുടെ ടാർഗറ്റ് പൂർത്തി ചെയ്യാൻ വെറുതെ വന്ന് എന്താ പറയാ പരാജയപ്പെടാനുള്ള കേസുകളെ എന്താ ചെയ്ത് അവർ വന്ന് ട്രൈ ചെയ്ത് അവസാനം വന്ന് എത്രയോ ഇന്റർപ്രിട്ടേഷൻ വന്നിട്ട് ഡിലേ ചെയ്താലും അവസാനം നമ്മൾ ജയിച്ച്. ഇനി ATPയിൽ വന്ന് നമുക്ക് പരാജയപ്പെടാൻ സാധ്യതയില്ല. സോ നമ്മൾ ജയിച്ച കേസ് ATP മാത്രം. 133 ഡെപ്പോസിറ്റർമാരുടെ വിവരങ്ങളെ ചോദിച്ചിട്ട് നോട്ടീസ് വന്നാൽ അതിൽ നമ്മൾ എത്ര പ്രാവശ്യം കേസ് ഫയൽ ചെയ്തിട്ടും നമ്മൾ പരാജയപ്പെട്ടു അല്ലെ. അപ്പൊ അതുപോലെ TDSൽ ഇപ്പൊ പരാജയപ്പെട്ടു.
ഓക്കെ, കാരണം ഇതെല്ലാം വന്ന് ജയിക്കാനുള്ള കേസ് അല്ല. ജയിക്കാനുള്ള കേസ് എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ATP ഞാൻ നേരത്തെയും പറഞ്ഞ് എപ്പോഴും പറയുന്ന ATP നമുക്ക് കിട്ടാനുള്ളതാണ്. ഓക്കെ, അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് വന്ന് ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അത് സർവീസ് ബാങ്ക് മാത്രമല്ല, ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് മാത്രമല്ല, എനി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ATP പറയുന്നത്. അതാണ് സുപ്രീം കോടതി 2021 ഫസ്റ്റ് ടൈം വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾ എനി കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ക്രെഡിറ്റ് മെമ്പർമാർ ക്രെഡിറ്റ് കൊടുക്കുന്ന ബിസിനസ് ചെയ്ത എനി കോപ്പറേറ്റീവ് സൊസൈറ്റി, ചിലപ്പോ അത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആയിരുന്നാലും അവർ വന്ന് ഈ ഡെപ്പോസിറ്റ് വാങ്ങിച്ച് വായ്പ കൊടുക്കുന്ന ആ ബിസിനസ്സിലെ ലാഭം ഉണ്ടാക്കിയാൽ 100% ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് ATP നമുക്ക് ജയിച്ചു. പക്ഷെ ഈ TDS 194A3 വന്ന് നമ്മൾ ജയിക്കാൻ കഴിയില്ല. കാരണം വെരി ക്ലിയർ നിയമ അമെന്റ്മെന്റ് വന്ന് വെരി ക്ലിയർ. അതിൽ വന്ന് ഇന്റർപ്രിട്ടേഷൻ എന്താ പറയാ ഉള്ളത് ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്ത് സെക്ഷൻ ആർട്ടിക്കിൾ 14 നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്ത് നടക്കില്ല. ആർട്ടിക്കിൾ 14 വെച്ചിട്ട് അങ്ങനത്തെ വേരിയേഷൻ എല്ലാ കാര്യത്തിലും വന്ന് അങ്ങനത്തെ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥാപനം വലിയ സ്ഥാപനം, ഒരു സ്ഥാപനം ചെറിയ സ്ഥാപനം, അങ്ങനെ വേരിയേഷൻ എന്താ പറയാ ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വേരിയേഷൻ ഉള്ളത് കൊണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് വന്ന് രക്ഷപ്പെടാൻ കഴിയാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 14 ഉപയോഗിച്ചിട്ട് നമ്മൾ വന്ന് ഈ കേസ് ജയിക്കാൻ കഴിയില്ല. വേറെ ഏത് ലൂപ്പോളും എനിക്ക് എന്താ മനസ്സിൽ ഒന്ന് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. 194 വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയുന്നു. പക്ഷെ സാർ എന്താ ചെയ്യാ, ഇപ്പോ ടൈം ബീങ് നിങ്ങൾ വന്ന് ഇപ്പൊ TDS ഇപ്പൊ ഞാൻ അടുത്ത ഒരു വിഷയം ഞാൻ പറയാതെ വിട്ടുപോണ വിഷയത്തെ ഞാൻ പറയാം. 194A3(5) കുറിച്ചിട്ടാണ് ഇത്ര സമയം എല്ലാവരും നമ്മൾ സംസാരിച്ചു. അപ്പൊ അടുത്തത് 194A3 7A. ഇപ്പോ നമ്മുടെ എറണാകുള GM ഒന്ന് അതെ കുറിച്ചിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 194A3(5) അല്ല, അത് വന്ന് കേരള ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോ പിടിക്കാനുള്ള TDS ആണ്. പക്ഷെ 194A3 7A എന്താ പറയുന്നത്? 7A റോമൻ ലെറ്റർ 7A എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, ബൈ എ PCRDB, ബൈ എ PACS exempted. അതുകൊണ്ടാണ് ഇത്ര കാലമായിട്ട് ക്രെഡിറ്റ് സ്ഥാപനങ്ങൾ പിന്നെ പാക്സ് PCRDB ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോ ടാക്സ് പിടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അതില് അഗെയിൻ 2020 വന്ന് 194A3(5) വന്ന് അതേ സമയത്തിൽ വന്ന് അതേ ഭേദഗതിയാണ് ഇവിടെ വന്നിട്ടുണ്ട്. This section shall not apply to cooperative societies whose turnover exceeds 50 crores. 194A3 7A എന്താ പറയുന്നത്? അതേ മോളിൽ പറഞ്ഞ അതേ വേർഡ്സ് ആണ് താഴെയും പറയുന്നത്. This section shall not apply to cooperative societies whose turnover exceeds 50 crores. അപ്പോ 50 കോടിയുടെ മോളിലെ എറണാകുള ബാങ്കിലെ ടേൺ ഓവർ ഇരുന്നാൽ എറണാകുള ബാങ്ക് ഇനി ടാക്സ് പിടിക്കണം. നിങ്ങളുടെ മെമ്പർ, നിങ്ങളുടെ കസ്റ്റമർക്ക് ടാക്സ്, നിങ്ങളുടെ ഡെപ്പോസിറ്റർമാർക്ക് ടാക്സ് പിടിക്കണം. എപ്പോ പിടിക്കണം? 50,000 മുകളിലെ ഒരു വർഷത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് പിടിക്കണം. അപ്പൊ ടാക്സ് പിടിക്കാൻ എന്താ ചെയ്യണം? പാൻ കാർഡ് വാങ്ങിക്കണം. പിന്നെ അടുത്തത് ടാക്സ് പിടിക്കുന്ന സ്ഥാപനമായിട്ട് ഉള്ളത് കൊണ്ട് അവർ കഴിഞ്ഞ 3 വർഷത്തിലെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാ നോക്കണം. അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാതെ ആൾക്കാരായിരുന്നാൽ അവർക്ക് 20% ടാക്സ് പിടിക്കണം. സോ അങ്ങനെ അവർ എന്താ പറയാ 20% ടാക്സ് പിടിച്ചിട്ട് ആ പിടിച്ച പൈസവെ അടുത്ത മാസം 7-ാം തീയതിക്ക് മുൻപ് ഇൻകം ടാക്സ് കണക്കിൽ അടയ്ക്കണം. പിന്നെ ഫോം 26Q ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യണം 4 പ്രാവശ്യം വർഷത്തില്. പിന്നെ ട്രേസസ് സൈറ്റിൽ പോയി ഫോം 16A ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡെപ്പോസിറ്റർക്ക് കയ്യിൽ കൊടുക്കണം. ഇത്രയും ചെയ്യണം നിങ്ങൾ. ഇത് നിങ്ങളുടെ പ്രൊസീജിയർ പ്രോബ്ലമാണ്. പ്രൊസീജിയർ പ്രോബ്ലം ഒന്ന്. രണ്ടാമത് വേറെ എന്താ പറഞ്ഞാൽ ഇപ്പൊ അവിടെ കസ്റ്റമർക്ക് പ്രശ്നമാണ്. എന്താണ്? അവരുടെ പാൻ കൊടുത്ത് അവരുടെ ടാക്സ് നിങ്ങൾ പിടിച്ച്, അപ്പോ അതുകൊണ്ട് ഇപ്പൊ എല്ലാം വന്ന് ഇൻകം ടാക്സ് റിട്ടേൺസ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഒരു സ്ഥാപനം പിടിച്ച ടാക്സ് വന്ന് ഓൾറെഡി പ്രതിഫലിക്കും. പ്രീ ഫിൽഡ് ആണ്, നമ്മുടെ റിട്ടേണിൽ പ്രീ ഫിൽഡ് ആണ്. ഇപ്പൊ എന്ത് റിട്ടേൺ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിലെ എറണാകുള ബാങ്ക് എനിക്ക് ടാക്സ് പിടിച്ചിരുന്നാൽ ആ പൈസ ഓൾറെഡി റിട്ടേണില് കാണിച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല അതിൽ നിങ്ങൾ വന്ന് ഇൻകം എത്രയാണ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, എത്ര അമൗണ്ടിന്റെ പേരിലാണെങ്കിൽ ടാക്സ് പിടിക്കുന്നത് അതും കാണിച്ചിട്ടുണ്ടാവും. അതും എന്ത് റിട്ടേണിൽ ഉണ്ടാവും. അപ്പോ അത് മാത്രമല്ല ഇപ്പൊ എല്ലാം ഓട്ടോമാറ്റിക്കലി വന്ന് നോട്ടീസ് പോകുന്നു. ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് വന്ന് നോട്ടീസ് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പർട്ടിക്കുലർ കസ്റ്റമർ അക്കൗണ്ടിലെ അതായത് ഈ പർട്ടിക്കുലർ കസ്റ്റമറുടെ കണക്കിലെ വലിയ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ പിടിച്ചിരുന്നാൽ അല്ലെങ്കിൽ വലിയ ഒരു അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കാണിച്ചിരുന്നാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? അവർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് അയക്കും.
അപ്പൊ നോട്ടീസ് അയച്ചിട്ട് ഈ ബാങ്കിൽ നിങ്ങൾ ഇത്ര അമൗണ്ട് വെച്ചിട്ടുണ്ട്, ഇതിന്റെ സോഴ്സ് എന്താണ് ചോദിക്കും. അപ്പൊ ആ സോഴ്സ് വന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ 60% ആ അമൗണ്ടിന്റെ പേരിൽ നിങ്ങൾ ബ്ലാക്ക് മണിയുടെ ടാക്സ് അടയ്ക്കും. ഇത്രയും ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇറാമള ബാങ്കിന്റെ GM ചോദിച്ച ചോദ്യം, ഇപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പൊ എല്ലാ ബാങ്കിന്റെ പേരിൽ തന്നെ ഉണ്ട്, സബ്സിഡി സ്ഥാപനം വാങ്ങിക്കാൻ എങ്ങനെയും അടുത്ത വർഷം ചാൻസ് ഇരുന്നാൽ അടുത്ത വർഷം അത് നടക്കും. അപ്പൊ ഈ വർഷം എന്താ ചെയ്യാ? ഈ വർഷം നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ വന്ന് TDS ഇനി മുതൽ ഈ മാർച്ച് വരെ പിടിക്കണം. 50 കോടിയുടെ മുകളിൽ നിങ്ങളുടെ ടേൺ ഓവർ ഇരുന്നാൽ, നിങ്ങൾ 50,000 മുകളിൽ ഒരു വ്യക്തിക്ക് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ TDS പിടിക്കണം. ഇൻ കേസ് ആ വ്യക്തിക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്ന വരുമാനം ഇല്ല, നിങ്ങൾ എടുത്ത് ഉള്ള എന്താ പറയാ ഇൻട്രസ്റ്റ് മാത്രമാണ് അവരുടെ വരുമാനം, അങ്ങനെ ഇരുന്നാൽ 2.5 ലക്ഷം രൂപ വരെ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കാം, ടാക്സ് പിടിക്കണ്ട. 2.5 ലക്ഷം രൂപ വരെ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുക, ടാക്സ് പിടിക്കണ്ട. അവിടുത്തെ ഫോം 15G വാങ്ങിച്ചു വെച്ചാൽ മതി. ഫോം 15G 4 ലക്ഷം വരെയാണോ? ഇല്ലല്ല, അത് വന്ന് എക്സംഷൻ ലിമിറ്റ് ആണ്. അത് എക്സംഷൻ ലിമിറ്റ് ആണ് സർ. 2.5 ലക്ഷം ഈ 15G ലിമിറ്റ് മാറിയിട്ടില്ല. സാർ പറഞ്ഞത് എക്സംഷൻ ലിമിറ്റ് ആണ്, പക്ഷെ 2.5 ലാക്സിന്റെ ലിമിറ്റ് മാറിയിട്ടില്ല. പിന്നെ അടുത്തത് സീനിയർ സിറ്റിസൺ ആയിരുന്നാൽ 3 ലക്ഷം രൂപ വരെ, സൂപ്പർ സീനിയർ സിറ്റിസൺ ആയിരുന്നാൽ 5 ലക്ഷം രൂപ വരെ ഈ ലിമിറ്റ് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, 15G അല്ലെങ്കിൽ 15H നമ്മൾ വാങ്ങിച്ചിട്ട്, സാർ ഇപ്പൊ സാജി സാർ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വന്ന് അമൗണ്ട് മാത്രം ക്ലാരിഫിക്കേഷൻ ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ, അത് 2 ലക്ഷമോ 4 ലക്ഷമോ ആ അമൗണ്ട് വരെ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുക, TDS പിടിക്കണ്ട. 15G ഫോം വാങ്ങിച്ചു വെക്കുക. 15G ഫോം വാങ്ങിച്ചു വെച്ചിട്ട്, നേരത്തെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് വെറുതെ വെക്കും, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 15G ഫോം വാങ്ങിച്ചു വെച്ചിട്ട് അത് യൂണിഫൈ എന്താ പറയുക, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, UID, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ അതിൽ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാ, ഇൻകം ടാക്സ് വന്ന് ആ ഫോം 15G വിവരങ്ങളെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ ഫോം 15G വിവരത്തെ വന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇപ്പോ നിങ്ങൾ ഈ താൽക്കാലികമായിട്ട് നിങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി. മേ ബി 1-2 ആൾക്കാർക്ക് നിങ്ങൾ 15G ലിമിറ്റിന്റെ മുകളിലെ ചിലപ്പോ ഇൻട്രസ്റ്റ് ഭയങ്കര ആൾക്കാർക്ക് നിങ്ങൾ TDS പിടിക്കേണ്ടി വരും. അങ്ങനെ പിടിക്കാതെ ഒരു 6 മാസം ഉണ്ട്, നമുക്ക് മാർച്ച് വരെ ഉണ്ട്, നമുക്ക് അതുവരെ വിടാല്ലേ, അങ്ങനെ നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ TDS പിടിക്കാതെ അമൗണ്ടിന്റെ ഉത്തരവാദം നിങ്ങളാണ്, നിങ്ങളെ ബാങ്ക്. പിന്നീട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അത് സംഘത്തിന്റെ ലയബിലിറ്റി ആയിട്ട് ഫൈൻ അടക്കം വരികയും ചെയ്യും. അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ 9 കോടി 6 കോടിയൊക്കെ ഫൈൻ ചാർജ് ചെയ്ത സംഘങ്ങളുണ്ട്. സർ, 194N ബന്ധപ്പെട്ടിട്ട് ഒരു ഡൗട്ട്. സാർ ഒരു ക്ലാരിഫിക്കേഷൻ സാർ പറഞ്ഞത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. അതായത് എന്താ പറയുന്നത്, ഇപ്പൊ ഒരു കസ്റ്റമർ വന്ന് ഓൾഡ് റെജീമിൽ ഉണ്ടാ ന്യൂ റെജീമിൽ ഉണ്ടാ നമ്മൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ കസ്റ്റമർ വന്ന് ഓൾഡ് റെജീമിൽ ഉണ്ടാ ന്യൂ റെജീമിൽ ഉണ്ടാ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർ TDS പിടിക്കുമ്പോ നമ്മൾ വന്ന് 15G നമ്മൾ വന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോ നമ്മൾ വന്ന് അവർ ഓൾഡ് റെജീമിൽ ഉണ്ടാ ന്യൂ റെജീമിൽ ഉണ്ടാ നമ്മൾ ചോദിച്ചിട്ട് അവർ ഓൾഡ് റെജീമിൽ ഇരുന്ന് കഴിഞ്ഞാൽ 2.5 lakhs, പിന്നെ അവരൊന്ന് ന്യൂ റെജീമിൽ വന്നു കഴിഞ്ഞാൽ 3 lakhs അല്ലെങ്കിൽ 4 lakhs. ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ തീരുമാനിച്ച് 15G വന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സർ, ടാക്സ് ഡിഡക്ഷൻ എന്ന് മുതലാണ് തുടങ്ങുന്നത്? പ്രോസ്പെക്റ്റീവ് എഫക്ട് ഈ ഡിസിഷൻ വന്നതിന് ശേഷം മുതൽ കേരള ബാങ്ക് വന്ന് നമുക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റിന്റെ പേരിൽ ടാക്സ് പിടിക്കാൻ പോകുന്നു. ദാറ്റ് ഇസ് നമ്പർ 1. അതേ ജഡ്ജ്മെന്റ് നമുക്കും അപ്ലിക്കബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളും ഇനി 50 കോടിയുടെ മുകളിലെ ലിമിറ്റ് ഉള്ള ഒരു സ്ഥാപനമായിരുന്നാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഓൾറെഡി പിടിച്ചുകൊണ്ടിരിക്കുന്നു, നേരത്തെ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നു, 2020 April 1 മുതൽ പിടിക്കുന്നുണ്ട്, ഓൾറെഡി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. പക്ഷെ മറ്റു സ്ഥാപനങ്ങൾക്ക് വന്ന് ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം നമുക്ക് വന്ന് ഈ പർട്ടിക്കുലർ ഡേറ്റ് മുതൽ നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാർക്ക് ഈ എന്താ പറയാ ത്രഷോൾഡ് അമൗണ്ട്, അതായത് 50,000 മുകളിലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് TDS പിടിക്കാൻ നമ്മൾ തുടങ്ങണം. അല്ലെങ്കിൽ അവർക്ക് എക്സംഷൻ ഫോം വാങ്ങിച്ചിട്ട് ഡിക്ലറേഷൻ ഫോം വന്ന് ഫോം 15G 15H വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കാം. പക്ഷേ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 lakh,
സീനിയർ സിറ്റിസൺ ആയിരുന്നാൽ 1 lakh. പക്ഷേ ഒരു അതർവൈസ് 50,000. കറക്റ്റ്. സീനിയർ സിറ്റിസൺ ആയിരുന്നാൽ 1 ലക്ഷം വരെ കൊടുക്കാം. ഏതോ ഒരു പ്രശ്നം അവർ ഏതോ ഒരു ഫോം ഒന്നും കൊടുക്കണ്ട. ഓക്കെ. പക്ഷേ ഇതിപ്പോ ഈ വിധിയുടെ ആനുകൂല്യം കിട്ടുന്നത് ആ കേസിന് പോയ സംഘങ്ങൾക്ക് മാത്രമായിരിക്കും ഈ മുൻകാല പ്രാബല്യം എക്സംപ്റ്റ് ചെയ്ത് കിട്ടുന്നത്? നോ സർ. അതായത് നമ്മൾ ഒരു സ്റ്റേ നമ്മൾ മേടിക്കുമ്പോ ആ ഒരു സ്റ്റേ ആ പർട്ടിക്കുലർ സ്ഥാപനത്തിക്കാണ്. കാരണം ആ ഒരു പർട്ടിക്കുലർ ഒരു സ്ഥാപനം ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് സ്റ്റേ വാങ്ങിക്കുന്നത്. പക്ഷെ ഒരു ജഡ്ജ്മെന്റിന് വരുമ്പോ ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്രയില് മഹാരാഷ്ട്ര ഹൈക്കോർട്ട് ഒരു അർബൻ ബാങ്കിന്റെ ഒരു ജഡ്ജ്മെന്റ് മെമ്പറിന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് ലോങ് ബാക്ക് 2002 വിചാരിക്കുന്നത്. മെമ്പർ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ മഹാരാഷ്ട്ര ഹൈക്കോർട്ടിൽ കൊടുത്തു. മെമ്പർ പറഞ്ഞാൽ മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം മെമ്പറിന് പറഞ്ഞാൽ നോമിനൽ എ ക്ലാസ് മെമ്പറും നോമിനൽ മെമ്പറും അസോസിയേറ്റ് മെമ്പറും മെമ്പറാണ്. ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് കൊടുത്തത് കൊണ്ട് ഇൻകം ടാക്സ് കൊടുത്ത് CBDT കൊടുത്ത നോട്ടീസ് എല്ലാം നൽ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞിട്ടാണ് 2002 ജഡ്ജ്മെന്റ് വന്നത്. അപ്പോ ആ ഒരു ജഡ്ജ്മെന്റ് ആ മഹാരാഷ്ട്രയിലുള്ള എല്ലാ അർബൻ ബാങ്കുകൾക്ക് മാത്രം അത് അപ്ലിക്കബിൾ ആയിട്ടില്ല. കേസ് ഫയൽ ചെയ്ത സ്ഥാപനം മാത്രമല്ല, എല്ലാ അർബൻ ബാങ്കും അവിടെ അപ്ലിക്കബിൾ ആയി. ഇന്ത്യ മുഴുവതും ഉള്ള എല്ലാ അർബൻ ബാങ്കുകൾക്കും അത് അപ്ലിക്കബിൾ ആയി. വേറെവർ ആ കേസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് മെമ്പറിന് പറഞ്ഞാൽ നോമിനൽ മെമ്പറിന് പറയുന്നോ അവിടെ അപ്ലിക്കബിൾ ആയി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് എന്റെ അഭിപ്രായ പ്രകാരം ഇത് ഒരു സ്റ്റേ വാങ്ങിച്ച ആൾക്കാർക്ക് മാത്രമല്ല, വൺസ് ഫോർ ആൾ ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ, ഈ 194N നമ്മള് ഈ കേരള ബാങ്ക് പാക്സിന്റെ അടുത്ത് പിടിക്കുന്ന TDS ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടാൻ അർഹതയുള്ള ഒരു TDS ആണ്. കാരണം ഇൻകത്തിമേ പിടിക്കുന്ന ഒരു TDS അല്ല, അത് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ആ TDS വരുന്നത്. അത് റിട്ടേൺ അങ്ങനെ നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാവുന്നതാണോ? അതെ അതെ 100%. അല്ല, നമ്മുടെ ഇൻകം ആയിട്ട് തന്നെ ഇൻകത്തില് ATP വെച്ചിട്ട് ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചോദിക്കാം. അതെ അതെ യെസ് ഡെഫിനറ്റ്ലി സാർ, ഡെഫിനറ്റ്ലി ചോദിക്കാം. നമുക്ക് ആ ഒരു അധികാരമുണ്ട് ചോദിക്കാം. പക്ഷേ ഈ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇഷ്യൂസ് എല്ലാം പുറത്തു വരും സാർ. ഇപ്പൊ ഈ സെക്ഷൻ 80P ജഡ്ജ്മെന്റ് നമുക്ക് 2020 വന്നല്ലോ, ജനുവരി മാസം വന്നില്ലേ? ആ ജഡ്ജ്മെന്റിൽ മുഴുവൻ വായിക്കുമ്പോ അതിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞാല് എൻക്വയറി മേ ബി അണ്ടർടേക്കൺ. അതിൽ 2 വിഷയങ്ങളുണ്ട്. അതിലെ 2 വിഷയങ്ങൾ ഞാൻ പറയാം. നെഗറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം ഞാൻ പറയാം. എൻക്വയറി മേ ബി അണ്ടർടേക്കൺ ബൈ ദ ഇൻകം ടാക്സ് ഓഫീസർ യൂസിങ് സെക്ഷൻ 133 സബ്സെക്ഷൻ 6 അതിൽ കൊടുത്തിട്ടുണ്ട്. വെരി ഡേഞ്ചറസ് ആണ്. അത് ഞാൻ വായിച്ച് ഞാൻ പഠിച്ച്. പക്ഷേ സാർ ഈ ഗ്രൂപ്പില് ഇൻകം ടാക്സ് അധികാരികൾ ആരും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് ഞാൻ വായിച്ച്, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ കോഷൻ ചെയ്യുന്നത്. അടുത്ത ഒരു വിഷയം എന്താ പറഞ്ഞാൽ ആ ജഡ്ജ്മെന്റിലെ ഉള്ള നെഗറ്റീവ് പോയിന്റ്, ഇൻ കേസ് ഓഫ് എനി ഡിസ്പ്യൂട്ട് റിസർവ് ബാങ്ക് വ്യൂ ഈസ് ഫൈനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിസർവ് ബാങ്കിന്റെ ബാൾ ഈസ് വിത്ത് ഇൻ ദ കോർട്ട് ഓഫ് ദ റിസർവ് ബാങ്ക്. So anytime Reserve Bank interpret ചെയ്തിട്ട് no, these people are not tax because they are doing agriculture activity to extent of less than 5%. അങ്ങനെ റിസർവ് ബാങ്കിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയി. കാരണം BR ആക്ട് പ്രകാരം വളരെ ക്ലിയർ ആയിട്ട് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരമും ആ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഒരു ഇഷ്യൂ എന്താ പറയാ, ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ്. സോ അഗെയിൻ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി ATP നമ്മൾ ജയിക്കും. അതിൽ സംശയം വേണ്ട. പക്ഷെ അതിൽ 133 മാത്രമാണ് ഇതിൽ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം 133 വേർഡ് ആ ഒരു വിഷയത്തെ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവർ എന്തെന്ത് ബിസിനസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ 133 ഉപയോഗിച്ചോ, അങ്ങനെയാണ് അവർ പറയുന്നത്. നമ്മുടെ സമയം അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. 10 സമയം അല്ലേ? ഇവിടെ നമ്മൾ 4 ആൾ മാത്രമാണ് ശരിക്കും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ബാക്കി പാർട്ടിസിപ്പൻസ് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാനുള്ള അവസരമാണ്. 155 ആളുകൾ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട് ഇതിനകത്ത്. സാറേ, GDCSന്റെ ഇൻകവുമായി ബന്ധപ്പെട്ട ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊന്ന് വിശദീകരിക്കുമോ? അത് MSSനും ബാധകമാണോ അതോ രണ്ടും രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണോ എന്നുള്ളതും കൂടെ.
ഇപ്പോ സാജു സാറ് പറഞ്ഞില്ലേ 194 എണ്ണ് കേരള ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റീഫണ്ട് കിട്ടാനുള്ളതാണെന്ന് പറഞ്ഞില്ലേ. പക്ഷെ എനിക്ക് അതിൽ ഒരു സംശയം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. ആ സംശയം എന്താ പറഞ്ഞാൽ വൺ ഓഫ് ദ സ്ട്രോങ് സംശയം MSSന്റെ വരുമാനം ഈസ് നോട്ട് എ ബാങ്കിങ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് നോട്ട് എ ക്രെഡിറ്റ് ആക്ടിവിറ്റി. കാരണം അത് GDS ആയിരുന്നാലും MDS ആയിരുന്നാലും MSS ആയിരുന്നാലും പേര് ഏതായിരുന്നാലും അൾട്ടിമേറ്റ്ലി നമുക്ക് അതിൽ കിട്ടിയ വരുമാനം കമ്മീഷൻ ആണ്, ഇൻട്രസ്റ്റ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഡെപ്പോസിറ്റ് സ്കീം, ഇറ്റ് ഈസ് ആക്ച്വലി എ ചിട്ടി സ്കീം. നമുക്ക് അതിൽ വന്ന് വരുമാനം കമ്മീഷൻ ആണ്. ഈ സെക്ഷൻ 80P വേർഡ്സ് ഞാൻ പറയാം. എനി കോഓപ്പറേറ്റീവ് സൊസൈറ്റി carrying on business of banking or providing credit facilities to its members, okay, have 100% deduction from net profit from income of such activity. Okay, ഇങ്ങനെ ഇത്ര മാത്രം പറയുന്നു. Any cooperative society carrying on business of banking or providing credit facilities to its members. ഇപ്പൊ നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു മെമ്പേഴ്സിന്റെ വിഷയത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മെമ്പർമാർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, വെദർ അതിലുള്ള വരുമാനം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ചിട്ടി വന്ന് ഇറ്റ് ഇസ് നോട്ട് എ ക്രെഡിറ്റ് ആക്ടിവിറ്റി. ഓൾറെഡി ഇതിന്റെ ഒരു കേസ് ഉണ്ട്. ചിട്ടി ഈസ് നോട്ട് എ ബാങ്കിങ് ആക്ടിവിറ്റി, ചിട്ടി ഈസ് നോട്ട് എ ബാങ്കിങ് ബിസിനസ് അങ്ങനെ പറഞ്ഞിട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ചിട്ടിന്റെ ഓൾറെഡി ചില ബാങ്കുകൾക്ക് കാലിക്കറ്റിലെ ചില ബാങ്കുകൾക്ക് ഓൾറെഡി നോട്ടീസ് പോയിട്ടുണ്ട്, നേരത്തെ പോയിട്ടുണ്ട്. ചിട്ടിന്റെ വരുമാനം ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടു. സോ അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ വന്ന് ഡെഫിനറ്റ്ലി ഇൻകം ടാക്സ് കയ്യിലെടുക്കും. റീഫണ്ട് കൊടുക്കുന്നതിന് മുൻപ് എന്താ ചെയ്യും, ഇങ്ങനത്തെ ഒരു എന്താ പറയാ നോട്ടീസ് നമുക്ക് അയക്കും. ചിട്ടിന്റെ ബിസിനസ്സിൽ ഇത്ര അമൗണ്ട് വന്നിട്ടുണ്ട്, അതിന്റെ ടാക്സ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് 143(1) നോട്ടീസ് നമുക്ക്. അത് 269T പ്രകാരം ഒരു വായ്പയിലാണെന്നുണ്ടെങ്കിൽ പെർ ഡേ എന്നുള്ളതല്ലേ 2 lakhന് വരിക, അവിടെ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളതിലേക്ക് വരുന്നില്ലല്ലോ. യെസ് യെസ്, അതായത് 269ST ഇതുവരെ പറഞ്ഞിട്ടില്ല. 269ST എന്താ പറയുന്നത്, നോ പേഴ്സൺ ഷാൽ അക്സെപ്റ്റ് ഇൻ ക്യാഷ് ഓഫ് rupees 2 lakhs or above, okay, from in a day, that's number 1, in respect of a single transaction inana parayunnu. Okay, in respect of a single transaction. Okay, appo ivine in a day nu parayunnu. appo namukku vannu no person shall receive in cash. Okay, in a day nu parayunnu. appo endana oru divasam ക്യാഷ് ആയിട്ട് നമ്മൾ വന്ന് എന്താ പറയാ ക്യാഷ് ആയിട്ട് വേറെ ഒരാളെടുത്ത് റിസീവ് ചെയ്യാൻ പാടില്ല. അപ്പൊ പെട്ടെന്ന് വന്ന് നമുക്ക് വേറെ ഒരു ഡൗട്ട് വരും, എന്താണ്, അപ്പൊ നമുക്ക് വന്ന് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യാല്ലേ, ഡെപ്പോസിറ്റ് വന്ന് നമുക്ക് റിസീവ് ചെയ്യല്ലേ, പെർ ഡേ റിസീവ് ചെയ്യാല്ലേ അല്ലെ. നമുക്ക് നേരത്തെ വന്ന ഡിസ്കഷൻ അതെല്ലാം വന്ന് ഡെപ്പോസിറ്റ് വന്ന് പെർ ഡേവാ അല്ലെങ്കിൽ പെർ ഇയറാ ഔട്ട്സ്റ്റാൻഡിങ്ങാ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വന്നില്ലേ. അപ്പോ നമുക്ക് ഈ ഒരു 269ST പ്രകാരം ഇൻ എ ഡേ നോ പേഴ്സൺ ഷാൽ റിസീവ് ക്യാഷ് ഇൻ എ ഡേ അങ്ങനെ വന്നത് കൊണ്ട് അപ്പൊ നമുക്ക് വന്ന് അപ്പൊ 1,99,999 വരെ നമുക്ക് വന്ന് ഇന്ന ഡേ റിസീവ് ചെയ്യാല്ലേ. അപ്പൊ പല പ്രാവശ്യങ്ങൾ റിസീവ് ചെയ്യാല്ലേ. അപ്പൊ എന്താ പറയാ 10 ലക്ഷം ഒരാൾക്ക് കൊടുക്കുമ്പോ അവർ 6 പ്രാവശ്യം വന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യാമല്ലോ, അങ്ങനെ നമുക്ക് സംശയം വരും. പക്ഷെ അത് തെറ്റാണ്. എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ 269STയിലെ എക്സംഷൻ ഉണ്ട്. ആ എക്സംഷനിലെ ലൈക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് അല്ലെ, ബാങ്കിങ് കമ്പനി, ഇതുപോലെ ചില സ്ഥാപനങ്ങൾ ലിസ്റ്റും ഉണ്ട്. അതായത് കേരള ബാങ്ക് 3 ലക്ഷം കൊടുക്കാം, 5 ലക്ഷം കൊടുക്കാം, ഇസാ ബാങ്ക് 3 ലക്ഷം ക്യാഷ് ആയിട്ട് കൊടുക്കാം, 5 ലക്ഷം ക്യാഷ് ആയിട്ട് കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷേ പോസ്റ്റ് ഓഫീസ് അതുപോലെ ക്യാഷ് ആയിട്ട് കൊടുക്കാം, പക്ഷെ നമ്മൾ കൊടുക്കാൻ പാടില്ല. അതിലുള്ള ഒരു എക്സംഷൻ ലിസ്റ്റിൽ വന്ന് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഇൻ ദ നേച്ചർ ഓഫ് 269SS. ട്രാൻസാക്ഷൻ ഇൻ ദ നേച്ചർ ഓഫ് 269SS. ഓക്കെ, അപ്പോ 269SS ട്രാൻസാക്ഷൻ വന്ന് ഇവിടെ എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് അവിടെ അത് വന്ന് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, അത് വേറെയാണ്. അപ്പൊ 269SS എന്താ പറയുന്നത്, നോ പേഴ്സൺ ഷാൽ റിസീവ് ഡെപ്പോസിറ്റ് ഓഫ് rupees 2 lakhs or above അല്ലെ, 2 lakhs or above.
ഓക്കെ, അപ്പൊ അത് വന്ന് ഡെപ്പോസിറ്റ് ആണ്. അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്ന് എന്താ പറയാ പെർ ഡേ പറഞ്ഞിട്ടില്ല. ഓക്കെ, പെർ ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടില്ല. അവിടെ ഡെപ്പോസിറ്റ് മാത്രം പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? അതർ ദാൻ ഡെപ്പോസിറ്റ് ഒരു വ്യക്തി റിസീവ് ചെയ്യുന്നത്. അപ്പൊ എന്താ റിസീവ് ചെയ്യും? വായ്പ. ഒരു വ്യക്തി വന്ന് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത്. അപ്പൊ അവർ കയ്യില വന്ന് ഗോൾഡ് ലോൺ എടുക്കാൻ ഒരാൾ വരുന്നത്. അവർ കയ്യില വന്ന് കൗണ്ടറിൽ ഇരുന്ന് നമ്മൾ ക്യാഷ് 2 ലക്ഷം കൊടുക്കാൻ പാടില്ല. എന്താ ചെയ്യണം? അക്കൗണ്ട് പേ ചെക്ക് അല്ലെങ്കിൽ DD അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിൽ അവർക്ക് പൈസ വേണം പറയുന്ന അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 lakhsന്റെ വായ്പ കൊടുക്കുന്ന ലിമിറ്റ് വന്ന് എല്ലാവർക്കും സെയിം. കാരണം ഇത് 2017 കൊണ്ടുവന്ന ഒരു പുതിയ ഒരു സെക്ഷനാണ് 216 ST 269 ST 2017 കൊണ്ടുവന്നത് കൊണ്ട് അത് വരുമ്പോ തന്നെ അമൗണ്ട് ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു അമൗണ്ട് ആയിട്ട് മാറ്റി. അതായത് 2 lakhs. 2 lakhs ആർക്കാണ്? നോട്ട് ഓൺലി ഫോർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓർ PCRDBs ബട്ട് ഫോർ ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എല്ലാവർക്കും ഈ 2 lakhs ആണ് ലിമിറ്റ് ആസ് ഫാർ ആസ് ലെൻഡിങ് ഇസ് കൺസേൺ. അപ്പോ നോ പേഴ്സൺ ഷാൽ റിസീവ്. അപ്പൊ ഓക്കെ, അപ്പോൾ ലോൺ വന്ന് ഒരാൾ വന്ന് 1,90,000 ഇന്ന് റിസീവ് ചെയ്യുന്നു. നാളെയും പിന്നെ ഗോൾഡ് ലോൺ എടുക്കാൻ വരുന്നത്. നാളെയും നിങ്ങൾ വന്ന് അവർക്ക് വന്ന് 1,90,000 കൊടുക്കുന്നത് കൊടുക്കാം. ദിസ് ഇസ് ഡിഫറെന്റ്, ദാറ്റ് ഇസ് ഡിഫറെന്റ്. കാരണം പെർ ഡേ. ഓക്കെ. പക്ഷെ അതിൽ വേറെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാല്ലേ, ഒരാൾ വന്ന് 5 ലക്ഷം വന്ന് ലോണ് എടുക്കുന്നത്. അപ്പോ 1 ലക്ഷം ഇന്ന് കൊടുക്കുക, നാളെ 1 ലക്ഷം കൊടുക്കുക, മറ്റന്നാൾ 1 ലക്ഷം കൊടുക്കുക, ഇങ്ങനെ 5 ദിവസം കൊടുക്കാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ നോ, ബിക്കോസ് സിംഗിൾ ട്രാൻസാക്ഷൻ ബാധിക്കുന്നു. ഒരു ഗോൾഡ് ലോൺ എടുത്ത് 5 ലക്ഷത്തിൽ എടുത്ത് 5 ദിവസം കൊടുക്കാൻ പാടില്ല. 5 ഗോൾഡ് ലോണ് ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആയിട്ടുള്ള 5 ഗോൾഡ് ലോൺ എടുത്ത് 5 ദിവസം കൊടുക്കാം. പക്ഷെ ഒറ്റ ഒരു ഗോൾഡ് ലോൺ എടുത്തിട്ട് 5 ദിവസമായിട്ട് പിരിച്ചു കൊടുക്കാൻ പാടില്ല. സോ ഏതർ പെർ ഡേ പ്രശ്നം നോക്കണം, അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസാക്ഷൻ നോക്കണം. ഇത് നോക്കി നമുക്ക് വായ്പ കൊടുക്കാം. അപ്പൊ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് വായ്പകളാണെങ്കിലും ഒരു പേയ്മെന്റ് മാത്രമേ ക്യാഷിൽ പറ്റുള്ളൂ, ബാക്കിയുള്ളത് ട്രാൻസ്ഫർ വഴി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. യെസ്. സാർ ഒരു സംശയം കൂടി. നമുക്ക് നമുക്കൊരു പേയ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. അബൌവ് 2 lakh ആണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ സ്പൗസിന് ഒരു SB അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? ഇത് വായ്പ അല്ലേ? നിങ്ങൾ വായ്പ പറയുന്ന? ഡെപ്പോസിറ്റിൽ അവർക്കൊരു 5 lakh ഉണ്ട്. 5 lakh ഉണ്ട്. അത് നമ്മള് ബിലോ 2 lakh ആണ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനും മകനും അക്കൗണ്ട് ഉണ്ട്. നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് 3 വിഡ്രോവലായിട്ട് കൊടുക്കുന്നതിന് ഇങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് തടസ്സമില്ലല്ലോ. ഇപ്പൊ ഒന്ന് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുമ്പോ 269T ആണ് ബാധിക്കുന്നത്. 269T എന്താ പറയുന്നത്? 2 ലക്ഷം അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് വന്ന് തിരിച്ചു കൊടുക്കാൻ പാടില്ല. ഡെപ്പോസിറ്റ് ഷാൽ നോട്ട് ബി പെയ്ഡ് ഓഫ് എനി ഓഫ് amount of rupees 2 lakhs or above. Deposit shall not be repaid of amount 2 lakhs or above. ഓക്കെ, അപ്പോ ഒരു വ്യക്തിക്ക് വന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവരുടെ അക്കൗണ്ടിലുള്ള പൈസവേ നിങ്ങൾ വന്ന് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ നിങ്ങൾ വന്ന് ആ വ്യക്തിക്ക് വന്ന് 1 ലക്ഷം കൊടുക്കും, 1.5 ലക്ഷം കൊടുക്കുന്നു അല്ലെ? അപ്പോ ബാക്കിയുള്ള അമൗണ്ട് വന്ന് അവരുടെ സ്പൗസിക്ക് വന്ന് അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏത് അക്കൗണ്ട് അത്? അവരുടെ നമ്മുടെ ബാങ്കിൽ തന്നെയുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക്. അല്ല, അങ്ങനെ ഇരുന്നാൽ നിങ്ങളുടെ ബാങ്കിലുള്ള സേവിങ്സ് അക്കൗണ്ട് ആയിരുന്നാൽ ഓക്കെ, അപ്പോ ആ അക്കൗണ്ട് വന്ന് ത്രൂ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ നമ്മൾ പറയുന്നത് അല്ലെ? ത്രൂ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇരുന്ന് SBക്ക് നിങ്ങളുടെ കസ്റ്റമറുടെ SB അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് എന്താ പറയാ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ. ദാറ്റ് ഈസ് നോട്ട് ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ. ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ പറഞ്ഞാൽ ശരിക്കും എന്താണ് പറയുക? അത് എന്താ ചെയ്യണം? ഒരു കേരള ബാങ്കിലുള്ള അവരുടെ അക്കൗണ്ടിലെയോ കാനറ ബാങ്കിലുള്ള അവരുടെ അക്കൗണ്ടിലെയോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പക്ഷേ SB അക്കൗണ്ടിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഒരാളിലെ ചെയ്താലും 3 ആളിൽ ചെയ്താലും എങ്ങനെ ചെയ്താലും അത് ഈ 216 T ബാധിക്കും. അത് നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒരു സൊല്യൂഷനാണ്, ഓപ്ഷനാണ്. அதுக்கு പകരം നിങ്ങൾ എന്താ ചെയ്യുക? വായ്പ കൊടുക്കുന്നത്, അതായത് നിങ്ങൾ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുമ്പോ
നിങ്ങൾ കേരള ബാങ്കിന് ചെക്ക് കൊടുത്തയക്കുക, അവർ പോയി വിഡ്രോ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർക്ക് വന്ന് ഏത് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം പറയണോ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അക്കൗണ്ടിൽ അത് കൊടുക്കുമ്പോ ശരിക്കും ദാറ്റ് ഈസ് ഓൾസോ എ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. സാർ പറയുന്നത് വേറെ ചെക്കായിട്ട് കൊടുക്കാന്നാ പറയുന്നത്. അല്ല, വേറെ ചെക്കായിട്ട് കൊടുത്താൽ എങ്ങനെയാണ്? വേറെ ചെക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേരള ബാങ്കിൽ പോവും. ഇല്ല സർ, നോർമലി സർ സോറി, ക്യാഷ് ബെയർ ചെക്ക് ഇസ് ട്രീറ്റഡ് ആസ് ക്യാഷ് എന്നാണ്. ക്യാഷ് അതെ. നോ അക്കൗണ്ട് വഴി തന്നെ. അല്ല, പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ തന്നെ നമുക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാന്നുള്ളതിന് സൊല്യൂഷൻ. പൊതുവെ ലോണുകൾ നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്നായിട്ട് ലോണല്ല, ഡിപ്പോസിറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾക്ക് ക്യാഷ് ആയിട്ട് തന്നെ വേണ്ടി വരും. അവിടെയാണ് ഒരു ഇവന്റ് എന്നുള്ളതാണ്. ഇപ്പൊ 10 ലക്ഷത്തിന്റെ FD ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്. അപ്പൊ ആ ഒരു ഇവന്റിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പല ഭാര്യന്റെ അക്കൗണ്ടിലേക്ക് മകന്റെ അക്കൗണ്ടിലേക്കൊക്കെ വെച്ചിട്ട് പൈസ എടുക്കുന്നതും ഒരു പക്ഷേ നാളെ ഒരു ഇവന്റ് എന്നുള്ള രീതിയിൽ കണക്കൂട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് അയക്കാവുന്നതാണ്. അപ്പൊ ആ ഇവന്റ് എന്നുള്ള രീതിയിലാണ് അവര് ഇൻകം ടാക്സുകാര് നോർമലി അത് കണക്കെടുക്കുക. അപ്പൊ നമ്മൾ സാധാരണ ഒരു 10 ലക്ഷം FD ക്ലോസ് ചെയ്താൽ ഭാര്യയ്ക്ക് അക്കൗണ്ട് ഉണ്ട്, മകന് അക്കൗണ്ട് ഉണ്ട്, 2 ലക്ഷം അവിടെ, 2 ലക്ഷം ഇവിടെ, 2 ലക്ഷം ഇപ്പുറത്ത് എടുക്കുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട്. പക്ഷേ നോർമലി ഇൻകം ടാക്സുകാർ അതൊരു ഇവന്റ് ആയി ട്രീറ്റ് ചെയ്യും. അതൊരു ഫൈൻ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. പ്രിഫറബിളി നല്ലത് ഫണ്ട് ട്രാൻസ്ഫർ തന്നെയാണ്. അതെ. നമുക്ക് ഇൻകം ടാക്സ് നമ്മുടെ 8:30 സമയത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. GST നമ്മുടെ വിഷയത്തിൽ നിന്ന് ഉൾപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ റിസ്ക് ഫണ്ടിന് GST കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നമ്മുടെ മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് GST കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്യുന്ന GST നേരെ റിസ്ക് ഫണ്ട് ബോർഡിലേക്ക് നമ്മൾ അടച്ചു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ അത് നമുക്ക് ആ GST 2Bയിൽ ഉൾപ്പെട്ട് വരുമോ, അല്ലെങ്കിൽ വന്നാൽ തന്നെ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ ശരിക്കും കസ്റ്റമേഴ്സിന്റെ അടുത്ത് കളക്ട് ചെയ്യുന്ന GST എന്നുള്ള രീതിയിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് GST ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കാനും ബാധ്യത ഇല്ല എന്നുള്ളതൊക്കെയാണ്. ഇതെങ്ങനെയാണ് ആ റിസ്ക് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്? സാജി സാർ, അതിൽ എനിക്കൊരു അഭിപ്രായം ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ വിഷയത്തില്, ഈ GST വിഷയത്തില്, നമ്മുടെ റിസ്ക് ഫണ്ടിന്റെ വിഷയത്തില് ആദ്യകാലത്ത് നമ്മൾ പണം വാങ്ങുന്നു, നമ്മളത് കളക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. ഇടക്കാലത്ത് റിസ്ക് ഫണ്ട് ബോർഡ് എന്ത് ചെയ്തു വെച്ചാൽ അതിന്റെ GST ഇൻപുട്ട് ക്രെഡിറ്റിലേക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 2-3 മാസങ്ങളിൽ അവർ ഇൻപുട്ട് ക്രെഡിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇല്ല. അങ്ങനെ ഇൻപുട്ട് ക്രെഡിറ്റ് തന്നിരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്ലെയിം ചെയ്ത സംഘങ്ങളുണ്ട്, ഞങ്ങളൊക്കെ ക്ലെയിം ചെയ്തിരുന്നു. അപ്പൊ അത് ഇൻകം സൈഡിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ, പക്ഷെ ഇപ്പം ആ ഒരു പ്രാക്ടീസ് GST നമ്മുടെ റിസ്ക് ഫണ്ട് ബോർഡുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ സംസാരിച്ചപ്പോൾ അവര് 2-3 മാസങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ദാറ്റ് മീൻസ് നമ്മള് വാങ്ങുന്നു, കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് എടുത്താൽ മതിയാകും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് നമ്മൾ ഈ റിസ്ക് ഫണ്ടിന്റെ GST എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ടോട്ടൽ എമൗണ്ട് പേബിൾ ടു റിസ്ക് ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതായിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. ലയബിലിറ്റി ആയിട്ട് മാത്രം ചെയ്യേണ്ടി വരും. പ്യൂർ ഏജന്റ് ബേസിസ്, പ്യൂർ ഏജൻസി ബേസിസിൽ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനിൽ വന്ന് GST വരില്ല. അത് നേരത്തെ ഉള്ള സർവീസ് ടാക്സിൽ ഇരുന്ന് ഇപ്പൊ GST ഉണ്ട്. പ്യൂർ ഏജൻസി ബേസിസിലാണ്. അപ്പോ നമുക്ക് വന്ന് നമ്മളുടെ ഏതെങ്കിലും ഒരു വരുമാനം, ഇറ്റ് ഈസ് നോട്ട് എ വരുമാനം, നമുക്ക് വന്ന് അത് വന്ന് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് ഇരുന്നാൽ അത് വന്ന് നമ്മൾ വന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് പ്യൂർലി വി ആർ എ ഏജന്റ്. പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ നമുക്ക് വന്ന് റെക്കോർഡ് വേണം. പക്ഷെ നമ്മളുടെ നമ്മളുടെ കണക്ക് അക്കൗണ്ട്സ് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ചത് വന്ന് വരുമാനമായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? മിസ്ലേനിയസ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല സർ, ഇല്ല, ലയബിലിറ്റി ആയിട്ട് തന്നെ കാണിക്കാം. ഓക്കെ, ഇൻ കേസ് മിസ്ലേനിയസ് ഇൻകത്തിൽ കാണിച്ചിരുന്നാൽ, വരുമാനമായിട്ട് കാണിച്ചിരുന്നാൽ മാത്രമാണ് പ്രശ്നം വരും. അതർവൈസ് നിങ്ങൾ വന്ന് ഒരു സസ്പെൻസിൽ കാണിച്ചിട്ട് അത് പേയബിൾ ആയിട്ട് കാണിച്ചിട്ട് പിന്നെ അത് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഇൻട്രസ്റ്റ് അല്ലാതെ ബാക്കിയുള്ള ലാഭനഷ്ട കണക്കുള്ള വരുമാനത്തിന്റെ പേരിലാണ് GST വരാൻ സാധ്യത.
അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾ ആ ഒരു ഹെഡിൽ നിങ്ങൾ കാണിക്കാതെ നിങ്ങൾ സസ്പെൻസിൽ വെച്ചിട്ട് ടോട്ടൽ എമൗണ്ട് നിങ്ങൾ അതെ ടോട്ടൽ എമൗണ്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അതിൽ വന്ന് നിങ്ങൾ 100 രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾ 90 രൂപ പേയ്മെന്റ് ചെയ്താൽ അഗൈൻ പ്രശ്നമാണ് നിങ്ങൾക്ക്. 100 രൂപ തന്നെ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് അത് GST ആയിട്ട് വരും. അതുകൊണ്ട് 100 രൂപ നിങ്ങൾ വാങ്ങിച്ചത് 100 രൂപ ആയിട്ട് നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്യൂർലി യു ആർ എ ഏജന്റ്. അപ്പൊ അത് സസ്പെൻസിൽ നിങ്ങൾ വെച്ചിട്ട് ലയബിലിറ്റിയിൽ വെച്ചിട്ട് പേയബിൾ ആയിട്ട് നിങ്ങൾ കാണിച്ചിട്ട് അത് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GST വരും. ഓക്കെ. അതില് കസ്റ്റമേഴ്സ് നമ്മൾ GST എന്ന് പറഞ്ഞ റെസീറ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് അതിനകത്തൊരു സംശയം വരാനുള്ള കാരണം. അപ്പൊ റിസിപ്റ്റ് കൊണ്ട് ടോട്ടലായിട്ട് കാണിക്കും റിസ്ക് ഫണ്ട്. റിസിപ്റ്റ് കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് വരുമാനമില്ലല്ലോ. ഓൾ റിസിപ്റ്റ്സ് ആർ നോട്ട് ഇൻകം. നോ, നിങ്ങൾ വന്ന് ഡെപ്പോസിറ്റ് നിങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെ, ഡെപ്പോസിറ്റ് ഒരു റിസിപ്റ്റ് ആണ്, പക്ഷെ അത് വരുമാനമില്ലല്ലോ. GST എന്ന് പറഞ്ഞ് നമ്മൾ ഒരു എമൗണ്ട് ആരുടെയെങ്കിലും അടുത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് GST ഡിപ്പാർട്ട്മെന്റിന് അടച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദം. സാർ അതില് ആക്ച്വലി ഇത് നമ്മളെ ശങ്കർ സാറ് പറഞ്ഞ പോലെ നമ്മൾ പ്യുവർ ഏജന്റിന്റെ സ്റ്റാൻഡ് നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയും. റിസ്ക് ഫണ്ടിന്റെ കേസിൽ നമ്മൾ പ്യുവർ ഏജന്റ് കേസിൽ നമ്മൾ 2360 രൂപയും റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞ് കളക്ട് ചെയ്താൽ മതി. അതിൽ GST എന്ന് പറയുന്ന ഒരു ലെഗിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. 2360 റിസ്ക് ഫണ്ട് ആയിട്ട് കളക്ട് ചെയ്യുക. അത്ര എമൗണ്ട് നമ്മൾ പേബിൾ ആയിട്ട് റിസ്ക് ഫണ്ട് ബോർഡിലേക്ക് അടവാക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതോട് കൂടി ഈ ഇഷ്യൂ ഒഴിവായി കിട്ടും. ഞങ്ങളൊക്കെ അങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2360 കളക്ട് ചെയ്തിട്ട് സസ്പെൻസിൽ വെച്ചിട്ട് 2360 തിരിച്ചു കൊടുക്കും. മാത്രല്ല അതിൽ വേറൊരു അതിന്റെ സൈഡ് എന്താന്ന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന സർവീസ് അല്ല, അത് ഒരു ടാക്സ് കൊടുക്കുന്ന സർവീസ് അല്ല റിസ്ക് ഫണ്ട് എന്ന് പറയുന്നത്. അത് റിസ്ക് ഫണ്ട് ബോർഡ് കൊടുക്കുന്നതാണ്. അപ്പൊ അവർക്ക് അതാണ് നമുക്കുള്ള ലയബിലിറ്റി ആണത്. യെസ് അങ്ങനെയാണ് അത് നമ്മൾ കാണേണ്ടത്. ചില സോഫ്റ്റ്വെയർ വെണ്ടർമാരൊക്കെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയറിൽ ചെയ്തു കൊടുക്കുന്നത് സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കളക്ട് ചെയ്താൽ മതി. കാരണം അത് പെർസെന്റേജ് കാൽക്കുലേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ കാണിക്കുന്നത്. കാരണം GSTയുടെ അല്ല റിസ്ക് ഫണ്ടിന് ഒരു കാൽക്കുലേഷൻ, പിന്നെ അതിന്മേൽ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സ് സെപ്പറേറ്റ് കൊടുത്തിട്ട് ചില സോഫ്റ്റ്വെയർസ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. അതെ 2 lakhs കൂടുതൽ ലോൺ ക്ലോസ് ചെയ്യാമെന്നാണ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? സക്കീർ ഹുസൈൻ സാറേ, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ഒരു സംശയമാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം സൊസൈറ്റിയിലെ ഒരു ജീവനക്കാരനാണ്. എന്റെ സംഘത്തിന്റെ അണ്ടറിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എനിക്കറിയില്ല, കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കും സഹകരണ സ്ഥാപനത്തിന്റെ അണ്ടറിൽ ജനൌഷധി കിട്ടിയത് നമുക്കായിരിക്കും. ആ GSTന്റെ ചോദ്യം തന്നെ അതിലൊരു സംശയമുള്ള ചോദ്യമാണ്. അപ്പൊ സംശയം ഇതാണ്, അപ്പൊ നമുക്ക് ഈ ജനൌഷധിക്ക് പ്രത്യേകിച്ച് സെയിൽസ് കൂടുന്നതിന്റെ പർച്ചേസ് ആയിട്ട് ഒരു ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ തരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ PMBAന്റെ സമയമുണ്ട്. അപ്പൊ അത് നമുക്കൊരു മിസ്ലേനിയസ് ഇൻകം പോലെ തന്നെ വരുന്നത്. അപ്പൊ ഈ നമ്മൾ മിസ്ലേനിയസ് ഇൻകങ്ങൾക്കാണ് നമ്മൾ GST അടക്കേണ്ടത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ മിസ്ലേനിയസ് ഇൻകം അത് നമ്മൾ മിസ്ലേനിയസ് ഇൻകം ആയിട്ട് തന്നെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അത് നമുക്ക് ട്രേഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇൻകത്തിലേക്ക് അതിന് GST അടക്കണോ എന്നുള്ളതാണ് സംശയം. കാരണം നമ്മൾ വേറെ ആരും ചോദിക്കുന്ന ഒരു അവസ്ഥ ഇല്ല ഇതിപ്പോ. ഓഡിറ്റർമാർക്ക് പോലും ഇത് കൺഫേം ആ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് സാർ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി കൊടുക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ICM കണ്ണൂർ പോലുള്ള സ്ഥാപനങ്ങൾ വന്ന് ACSTA, ACM ട്രിവാൻഡ്രം പോലുള്ള സ്ഥാപനങ്ങൾ സോഫ്റ്റ് കോപ്പിന്റെ ഒരു അസിസ്റ്റൻസ് മേടിച്ചിട്ട് അവാർഡ് എടുത്ത് അസിസ്റ്റൻസ് മേടിച്ചിട്ട് ഫ്രീ ആയിട്ട് വന്ന് ചില പ്രോഗ്രാംസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു പെർ ഡേ നമുക്ക് വന്ന് 1000 രൂപ പ്ലസ് GST നമുക്ക് അവർ കൊടുക്കുന്നത്. അതിന്റെ റെസിപ്റ്റ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, 1000 രൂപ പ്ലസ് GST വരുന്നത്. ഗ്രേഡ് അനുസരിച്ചിട്ട് ഇൻസെന്റീവ്സ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ A ഗ്രേഡ് സ്ഥാപനമായിരുന്നാൽ 100 രൂപ അഡീഷണൽ ആയിട്ട് നമുക്ക് വരുമാനം കിട്ടും. ആ 100 രൂപയ്ക്ക് വന്ന് GST ഇല്ല. ഇത് നബാർഡ് ഇന്ത്യ മുഴുവതും എല്ലാവർക്കും കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലാണ് ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഇൻസെന്റീവ്സ് വന്ന് എക്സംഷൻ ഉണ്ട്.
ഓക്കെ, അത് നബാർഡ് ക്ലാരിഫിക്കേഷൻ വായിച്ചിട്ട് അതിനുശേഷം നമ്മൾ പറഞ്ഞ ശേഷം ഒന്ന് എന്ത് ചെയ്ത് നോ 1100 രൂപയ്ക്ക് നിങ്ങൾ GST എടുക്കാൻ വേണ്ട, 1000 രൂപയ്ക്കാണ് GST എടുക്കണം, 100 രൂപ ഇൻസെന്റീവ്, ആ ഇൻസെന്റീവിന്റെ പേരിലുള്ള GST ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നബാർഡ് നമുക്ക് ക്ലാരിഫിക്കേഷൻ തന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻസെന്റീവ് വന്ന് ഇത് വേണ്ട, GST വേണ്ട. ഓക്കെ, താങ്ക് യു. എക്സംപ്റ്റഡ് ലിസ്റ്റിൽ സാർ ഒരു 216 SS-ന്റെ ഒരു എന്താ പറയാ ഒരു പ്ലാനിങ് അത് കേരളത്തിലെ വന്ന് പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഐഡിയ ഞാനാണ് കേരളത്തിൽ ആദ്യം കൊടുത്തത്. 2019 കൊടുത്ത് കോഴിക്കോട്, വയനാട്, പാലക്കാട് പല സ്ഥലങ്ങളിൽ വന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു 216 SS. ഓക്കെ, ഞാൻ തന്നെ അത് ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. കാരണം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇറ്റ്സ് നോട്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു വിഷയമല്ല. 216 SS നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി, അതായത് നമുക്ക് അധികം ക്യാഷ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോ ചിലപ്പോ ഒന്ന് അതിൽ ഇഷ്യൂസ് ഉണ്ടാവില്ലേ, നമുക്ക് വന്ന് എന്താ പറയാ അക്കൗണ്ട് പേ ചെക്ക് കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെ പറയാൻ പറ്റും, അപ്പൊ നമുക്ക് ഡെപ്പോസിറ്റ് കിട്ടാതെ പോകില്ലേ, അപ്പൊ ബിസിനസ് വലുതായിട്ട് ബാധിക്കില്ലേ. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അത് ഓൾറെഡി നടപ്പിലായിട്ടുണ്ട് പല സ്ഥലങ്ങളിലെ. ഇപ്പൊ ഒരു സർവീസ് ബാങ്ക് അവരടുത്ത് ഒരു കസ്റ്റമർ പോകുന്നു, 5 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ക്യാഷ് കൊടുക്കുന്നു, ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഇപ്പോ ഈ സർവീസ് ബാങ്ക് വന്ന് എന്താ ചെയ്യുക, അവർക്ക് ഏതോ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഏതോ ഒരു ടെമ്പററി റെസിപ്റ്റ് കൊടുത്തിട്ട് അവർക്ക് അയക്കാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. അല്ലെങ്കിൽ അവർക്ക് വന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് വന്ന് ഉടൻ കൊടുത്തിട്ട് FD സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഈ 5 ലക്ഷം രൂപ പൈസ വന്ന് നിയറസ്റ്റ് കേരള ബാങ്കിന്റെ ബ്രാഞ്ചിലെ സർവീസ് ബാങ്കിന്റെ അക്കൗണ്ടിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോ കസ്റ്റമറുടെ പൈസ സർവീസ് ബാങ്കിന്റെ കണക്കിൽ വന്നു, പക്ഷെ കസ്റ്റമർക്ക് നമ്മൾ FD സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോ അവർക്ക് FD-ന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഇരുന്നാൽ മാത്രമാണ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യണം. എങ്ങനെ പറഞ്ഞാൽ ബാങ്ക് ഡെബിറ്റ്, കേരള ബാങ്ക് ഡെബിറ്റ്, കസ്റ്റമർ ക്രെഡിറ്റ്, ഇങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കോളത്തിലെ ഒരു ട്രാൻസ്ഫർ എൻട്രി ഫിലപ്പ് ചെയ്യണം. അതായത് ബാങ്ക് ഡെബിറ്റ്, കസ്റ്റമർ ക്രെഡിറ്റ്, ഈ ഒരു ട്രാൻസ്ഫർ എൻട്രി മാത്രം നമ്മൾ കൊടുത്തിട്ട് ജേർണൽ എൻട്രി കൊടുത്തിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അവർക്ക് കൊടുക്കാം. നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് റെസിപ്റ്റ് വന്നിട്ടില്ല, പക്ഷേ ബാങ്കില് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഓക്കെ കസ്റ്റമർക്ക് വന്ന് ജേർണൽ എൻട്രി വഴി നമ്മൾ ജേർണൽ എൻട്രി വഴി ക്രെഡിറ്റ് കൊടുക്കുന്നേ. അപ്പൊ ആ ക്രെഡിറ്റിന്റെ പേരിലെ ട്രാൻസ്ഫർ എൻട്രിന്റെ പേരിലെ കസ്റ്റമർക്ക് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് പല സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൾറെഡി. ചിലപ്പോ ഈ ഗ്രൂപ്പിലുള്ളവരും ചിലപ്പോ ചെയ്തിട്ടുണ്ട്. സർ, ഇത് ശരിക്കും അക്കൗണ്ടിങ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഒരുവിധമുള്ള സംഘങ്ങളൊക്കെ ഇപ്പൊ അത് ഒരുവിധമുള്ള സംഘങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അക്കൗണ്ടിങ് ആസ്പെക്ടില് അത് ശരിയാണോ എന്നുള്ളതാണ്. ഞാൻ പറയാം, അതിന്റെ ക്ലാരിഫിക്കേഷൻ പറയാം. അതായത് ഞാൻ ഒരു ട്രാൻസാക്ഷൻ ഞാൻ പറയുന്നു. ആ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പറയുന്നത്? കേരള ബാങ്കിന് വേണം നിർബന്ധമുണ്ടോ? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അത് പ്രശ്നമില്ല, ഏത് ബാങ്കിലും ചെയ്യാം. എനി ബാങ്ക് സാർ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കാലിക്കറ്റ് ബാങ്കിൽ വന്ന് ഞാൻ വന്ന് ഒരു അമൗണ്ട് അടയ്ക്കാനുള്ളത്. കാലിക്കറ്റ് ബാങ്കിൽ ഞാൻ വന്ന് ഇത് ഒരു ഹാളിന് ഉപയോഗിച്ച് എനിക്ക് 30,000 രൂപ നിങ്ങൾ ഫീസിന് പറയുന്നു. ഞാൻ എന്താ ചെയ്യുന്ന അറിയോ, നിങ്ങളുടെ കേരള ബാങ്ക് നിയറസ്റ്റ് കേരള ബാങ്ക്, അതായത് കണ്ണൂർ ലെവലിലെ ബ്രാഞ്ചിൽ വന്ന് എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ പൈസ അടയ്ക്കുന്നു. സാർ, ഇപ്പൊ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് ക്രെഡിറ്റ് കൊണ്ടുവരും? ഞാൻ ഇല്ല, നിങ്ങൾ എന്താ ചെയ്യും? ഇപ്പോ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്താ ചെയ്യും? ഞാൻ ക്രെഡിറ്റ് കൊടുക്കില്ലേ? ബാങ്ക് ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് കൊടുക്കില്ലേ? അത്രയാണ്. ഒരു ക്യാഷ് റെസീറ്റിന് ഈക്വൽ ആയിട്ട് ക്യാഷ് പേയ്മെന്റ് നമുക്ക് വരണ്ടെന്നുള്ളതാണ്. അതന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? സാർ, നമുക്ക് ക്യാഷ് വരാതെ തന്നെ നമ്മളിങ്ങനെ ഇപ്പൊ ആക്ച്വൽ ട്രാൻസാക്ഷൻ നിങ്ങൾ വന്ന് എൻട്രി ആയിട്ട് നോക്കിയാൽ മാത്രമേ ഈ പ്രശ്നം വരൂ. ഞാൻ എന്താ പറയുന്ന അറിയോ, എ കസ്റ്റമർ ഡയറക്ട്ലി പെയ്ഡ് അമൗണ്ട് ഇൻ അവർ bank account. A customer directly paid deposit in our bank account. സാർ, അതിലൊരു ചെറിയ പ്രശ്നം എന്താണെന്നറിയോ, ചില കേരള ബാങ്ക് ബ്രാഞ്ചുകൾ അങ്ങനെ സമ്മതിക്കുന്നില്ല. അതന്നെ പിള്ള സാർ പോലുള്ള ആൾക്കാർ വന്ന് ഇത് വന്ന് ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട്, ഒരു വേറൊരാൾക്ക് ക്യാഷ് അതിൽ അടയ്ക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ, നിങ്ങൾ മനസ്സിലായിട്ടില്ല, ക്ലാരിറ്റി ഇല്ല. റേഞ്ചിന്റെ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു.
അതായത് സാറ് പറയുന്നത് ആൾക്കാർ സ്വീകരിക്കൂല, വേറൊരു പാർട്ടി വന്നിട്ട് ഇത്ര, അതായത് 5 ലക്ഷം 10 ലക്ഷം ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാന്നല്ലേ പറയുന്നത് സാറ്. അതെ, സാർ അടക്കും. അതാ പറയുന്നത് സ്റ്റാഫ് അല്ലെങ്കിൽ ആ നിങ്ങളുടെ സൊസൈറ്റിയിലെ സ്റ്റാഫുകൾ പോയിട്ട് അടക്കണം ക്യാഷ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ബാങ്കിന്റെ ഒരു മറ്റേ ചലാൻ നമ്മളെ ബാങ്കിൽ വെച്ചിട്ട് അതില് കസ്റ്റമറെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് കൊണ്ട് അടപ്പിച്ചാലും മതിയാവില്ലേ? മതി. നിങ്ങളൊരു ടെമ്പററി സാധാരണ റെസീറ്റ് കൊടുത്താൽ മതി പാർട്ടിക്ക്. സർട്ടിഫിക്കറ്റ് പിന്നെ ഇഷ്യൂ ചെയ്യാന്ന് പറയണം. സിമ്പിൾ ആണ് ഇത്. അത് കുറെ ലോജിക്കായിട്ട് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഇടുന്നത് പോലെ അത് കണ്ടാൽ മതി. അല്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കൊടുക്കാം. ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ടല്ലേ കാണിക്കുക? വേണ്ട, അഡ്ജസ്റ്റ്മെന്റ് ജില്ലാ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുപോലെ കാണിക്കണം നമ്മൾ ട്രാൻസാക്ഷൻ കാണിക്കുമ്പോൾ. സാർ ഇതൊരു ലൂപ്പ് ഹോൾ ഉപയോഗിക്കുന്നത് അത്രയാണ്. ഈ ലൂപ്പ് ഹോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അതൊരു ട്രിക്കാണ്. അതൊരു ലെവലിൽ നമുക്കിപ്പോ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു ഉപകാരം മാത്രം അതുകൊണ്ടുണ്ട്. നല്ല ഒരു ഉപകാരം. അത്രേ ഉള്ളൂ. ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഈ ഒരു സിമ്പിളില് ഇതൊക്കെ പോകും. അത്രേ ഉള്ളൂ. മാത്രമല്ല ഇത് ഇൻഡെക്സർക്ക് കയറി പിടിക്കാൻ വേണ്ടിട്ട് പാൻ കാർഡ് മേടിക്കുന്നുണ്ട് കസ്റ്റമറുടെ. അതെ, അതുകൊണ്ടാണ് കസ്റ്റമർ എടുത്ത് കൊടുത്ത് നമ്മൾ അയക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കസ്റ്റമർ അയച്ചു കഴിഞ്ഞാൽ സൊസൈറ്റി സ്റ്റാഫ് സൊസൈറ്റിന്റെ കണക്കില് സൊസൈറ്റിന്റെ ക്യാഷ് കൊണ്ടുപോയി ബാങ്കിൽ അടച്ചതുപോലെയാണ്. നിങ്ങൾ പക്ഷെ ആ ക്യാഷ് അടച്ച സ്ലിപ്പ് നിങ്ങളുടെ കയ്യിലില്ലേ, നിങ്ങളുടെ അക്കൗണ്ട് കാണിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ട്രാൻസാക്ഷൻ കാണിക്കുമ്പോൾ ബൈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് വരാം. ചിലപ്പോൾ പാർട്ടി ഗൂഗിൾ പേ ചെയ്യുന്നില്ലേ, അതുപോലെ ട്രാൻസ്ഫർ കാണിക്കുക. പാർട്ടി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത രീതിയിൽ നിങ്ങളുടെ ബാങ്കിൽ ട്രാൻസാക്ഷൻ കാണിക്കുക. അതന്നെ ഗൂഗിൾ പേയുടെ പേയ്മെന്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെയാണ്. സാറേ നമസ്കാരം, ഞാൻ തിരുവാലി എസ് എന്നാണേ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സാജി സാറ് പറഞ്ഞൊരു ഡൗട്ട് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാണ്. ഇപ്പൊ നമുക്കിപ്പോ കഴിഞ്ഞ തവണത്തൊക്കെ ഇൻകം ടാക്സ് നോട്ടീസ് വന്നതായിരുന്നു. നമ്മള് ജില്ലാ ബാങ്കില് ബൈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പൊ സാറ് പറഞ്ഞത് ഈ മെത്തേഡ് ഉപയോഗപ്പെടുത്താ നമ്മൾ ബാങ്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് കണക്കാക്കേണ്ടി വരില്ലേ ഇത്? അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിന്റെ ഡീറ്റെയിൽ നമ്മൾ കൊടുത്ത് അങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് ജില്ലാ ബാങ്കിൽ എൻട്രി ഇടിക്കേണ്ടി വരില്ലേ? ഓരോ കസ്റ്റമറും ജില്ലാ ബാങ്കിൽ ക്യാഷ് അടച്ചു. പക്ഷെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇതൊരിക്കലും ക്യാഷ് എൻട്രി ആയിട്ട് കാണിക്കരുതെന്നാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. പക്ഷെ ഇത് എത്ര കാലം അങ്ങനെ നമുക്ക് കുറെ കഴിയുമ്പോൾ ഒരുപാടുള്ള കോടികളെല്ലാം ആവുമ്പോൾ അത് ഇഷ്യൂ ആവും. ചിലപ്പോൾ ചെറിയ ചെറിയ സംഗതി പ്രശ്നമില്ലാണ്ടാവും. എല്ലാ രഹസ്യങ്ങളൊന്നും ഇതിൽ പറയരുതട്ടോ. അത് തമാശകളില്ല. കാരണം പല ബാങ്കുകാരും പലതും വയലേറ്റ് ചെയ്ത് കാണുമ്പോൾ പിന്നെ എല്ലാരും കുടുങ്ങേണ്ട അവസ്ഥ വരും. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മനസ്സിൽ മാത്രം വെച്ചാൽ മതി. ഇത് വർഷങ്ങളായിട്ട് ട്രെയിനിങ്ങുകളിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് ആർക്കും അറിയില്ലാത്ത കാര്യങ്ങളാണ്. ഇതിങ്ങനെ എല്ലാരും ചെയ്യല് തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ അതിന്റെ ആ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ പിന്നെ എല്ലാ ബാങ്കുകളും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നന്നാവുക. ശരിയാണ്. നമ്മൾ വന്ന് പരമാവധി എന്താ ചെയ്യുക, അക്കൗണ്ട് ഉള്ള ടാക്സിന്റെ പ്രശ്നം ഇല്ലാത്തവർ എല്ലാവർക്കും വന്ന് നമ്മൾ വന്ന് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ ചെക്ക് വാങ്ങിക്കുക. ഇതുപോലെ പരമാവധി നമ്മൾ ചെയ്യുക. പിന്നെ ചെറിയ കസ്റ്റമർ ഒക്കെ ഇപ്പൊ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയി അവരൊക്കെ ചെക്ക് തരണം, ചെക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം തരുന്നവരുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സംസാരത്തിലൂടെ അവർ വീഴ്ത്തുക, അതാണ് ഏറ്റവും നല്ല വഴി. അതിൽ കൂടുതൽ ഇതാണ്. അതായത് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലാക്ക് മണി വന്ന് കണ്ടമാനം വന്ന് കൊണ്ടുവരണം കഴിഞ്ഞാൽ പ്രശ്നവും ഉറപ്പായിട്ടും വരും. ഇപ്പൊ നമ്മുടെ സമയം ഏകദേശം നമ്മൾ പറഞ്ഞ സമയം കടന്നുപോയി അല്ലേ ശ്രീത്തെ? GSTന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു സാർ, പേഴ്സണൽ ആയിട്ട് ചോദിക്കണ്ടേ? അല്ല, നിങ്ങൾ ചോദിച്ചോ. ഇവിടെ മിസ്റ്റർ സഹീർ കൂടി ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉദ്ദേശിച്ചത് ഇപ്പൊ GSTന്റെ റേറ്റിംഗ് ഒക്കെ കുറഞ്ഞല്ലോ. ഇപ്പൊ പ്രത്യേകിച്ചിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അത് സംഭവം എന്ന് വെച്ചാല് GST ആയിട്ട് ബന്ധമാണ്. പക്ഷെങ്കിൽ നമ്മൾ ഈ സെയിൽസ്മാൻ ലാബിലിറ്റി വെക്കുന്നില്ലേ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ ഷോപ്പിന് ആദ്യം നമുക്കൊരു പർച്ചേസ് ചെയ്യുന്ന ബില്ലിൽ ഇൻഡിന്റെ, അതായത് സെയിൽസ്മാൻ ലാബിലിറ്റി MRP നമുക്ക് വെച്ചിട്ട് എത്ര രൂപക്ക് വിൽക്കുന്നു പറയുന്നത് വിത്ത് GST ഇല്ലാന്ന് അവര് തരുക. അപ്പൊ ഇപ്പൊ GST റേറ്റിംഗ് 18 12 മാറ്റി ചിലതിന് GST ഒഴിവാക്കി പിന്നെ 5% ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു.
ഒന്നും കേൾക്കുന്നില്ല. ബാങ്കിൽ ഇത് സെയിൽസ്മാൻ ലാബിലിറ്റി ആയിട്ട് ഇത്ര എമൗണ്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. കേൾക്കുന്നില്ലേ? ഓ സാർ കേൾക്കുന്നില്ല സാറേ, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഷഹീർ സാർ കേൾക്കുന്നുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ? ക്ലാരിറ്റി കുറവുണ്ട്. എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ട് ഇവിടെ, വീട്ടിൽ നിന്നായതുകൊണ്ടുള്ള റേഞ്ചിന്റെ. സാർ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഷക്കീർ സാർ കേൾക്കുന്നില്ല, അതാണ് പ്രശ്നം. സാർ പോയി. സാറ് പോയതാണോ? സാറ് പോയിട്ടുണ്ട്. ഇത് ശരിക്കും GST യുമായി ബന്ധപ്പെട്ടല്ല ഇതിനൊരു ഇഷ്യൂ. അത് വെച്ചാൽ ഇത് ഒരു സെയിൽസ്മാൻ ലാബിലിറ്റി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. സാർ വന്നിട്ടുണ്ട്, ചോദിച്ചോളൂ. സാർ എനിക്ക് സംശയം എന്താ വെച്ചാല്, അല്ല ഒരു മിനിറ്റ് സഹീർ, ഈ ചോദ്യം സഹീർ ഉണ്ടാ? സഹീർ നേരത്തെ ഇരുന്നല്ലോ. ഇല്ലാന്ന് തോന്നുന്നു ഇപ്പൊ. കേൾക്കുന്നില്ല. സാർ ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാർ. ഇപ്പൊ ഈ നമ്മളെ ഒക്ടോബർ മുതലല്ലേ ഇപ്പൊ GST റേറ്റിംഗ് മാറിയത് മെഡിക്കൽ ഷോപ്പുകൾക്കൊക്കെ. അപ്പോ അതിനു മുമ്പ് അപ്പൊ നവംബറിൽ നമ്മളൊരു പർച്ചേസ് ചെയ്തു. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, 50,000 രൂപയുടെ മെഡിസിൻ വാങ്ങി അത് 60,000 രൂപക്ക് വിൽക്കാം എന്നുള്ള സെയിൽസ്മാൻ ലാബിലിറ്റിയിൽ നമുക്ക് സംഘത്തിൽ അത് ചെയ്യും. നമ്മൾ സെയിൽസ്മാൻ ലാബിലിറ്റി സംഘത്തിലും ചെയ്യണമല്ലോ. മെഡിക്കൽ ഷോപ്പിൽ വിൽക്കുന്ന സാധനം പർച്ചേസ് ബില്ല് നമ്മൾ ഇവിടെ ഇട ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അത് വിത്ത് GST ആണ് ഇത്ര എമൗണ്ട് വരുന്നത്, 60,000 വരുന്ന വന്നേന്ന് നോക്കുക. പക്ഷെ സോഫ്റ്റ്വെയർ ബേസിൽ സംഘം അല്ല മെഡിക്കൽ ഷോപ്പിൽ ഈ GST റേറ്റിംഗ് ഒക്കെ മാറി 5% GST ഇല്ലാതെ മെഡിസിനും അത് ദൈനംദിന മെഡിസിനുകൾക്കെല്ലാം GST ഒഴിവാക്കി 12.5 ഒതുങ്ങി. പക്ഷെ നമ്മൾ ഓൾറെഡി സെയിൽസ്മാൻ ലാബിലിറ്റി 18% അല്ലെങ്കിൽ 9 ആ 16% റേറ്റിംഗിലും വെച്ചിട്ടുള്ള സെയിൽസ്മാൻ ലാബിലിറ്റി മുന്നേ ഉള്ളത് വെച്ചിട്ടുണ്ടാവുക ആ മരുന്നുകൾ. അപ്പോ ഇത് ഭാവിയിൽ ഇനി ചിലപ്പോൾ അടുത്ത മാർച്ച് 31 സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റോക്ക് റിപ്പോർട്ടും നമ്മളെ സെയിൽസ്മാൻ ലാബിലിറ്റിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവും. ഇത് എങ്ങനെയാണ് നമ്മളത് ഓഡിറ്റിംഗിൽ അല്ലെങ്കിൽ അത് ഇങ്ങനെ ക്ലിയർ ആക്കുവാന്നുള്ള ആ GST കണക്കുകൾ എങ്ങനെ ശരിയാക്കും? GST ഫയൽ ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല, അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത പോലെ ഉണ്ടാവും. പുതിയ GST അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവും നിങ്ങൾ ലിസ്റ്റ് എടുത്തിട്ടില്ലേ? നമ്മുടെ സ്റ്റോക്ക് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം പഴയ ഇത് പ്രകാരം ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമുള്ള ഡിഫറൻസ് ആ പുതിയ എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിൽസ്മാൻ ലയബിലിറ്റിയിൽ നിങ്ങൾ കുറച്ച് കൊടുക്കേണ്ട എമൗണ്ട് ആണ്. സെയിൽസ്മാൻ ലയബിലിറ്റിയിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തു. ആദ്യം സ്റ്റോക്ക് എടുപ്പ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ നിങ്ങൾ കുറച്ച് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല, അത് ഓട്ടോമാറ്റിക് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരുന്നു. അതെ. പിന്നെ എന്താ ഡൗട്ട് വരുന്നത്? അത് നമ്മുടെ സംഘത്തിൽ അത് നമ്മൾ എങ്ങനെ കണക്ക് ട്രാൻസാക്ഷൻ കാണിക്കേണ്ടതെന്നുള്ളതാണ്. അത് സെയിൽസ്മാൻ ലാബിലിറ്റിയിൽ അത് കുറച്ച് കാണിക്കണം, ആ വിത്ത് GST കുറച്ചിട്ട് ഇപ്പോൾ ചെയ്യണമെന്നുള്ളതാണെന്ന് അറിയണ്ടേ? കുറച്ച് കാണിക്കണം. അതിനെന്താ സംശയം? അത് എങ്ങനെ എൻട്രി വരുക, GSTന്റെ കണക്കിൽ എങ്ങനെ എൻട്രി വരുവാന്ന് എനിക്ക് അറിയില്ല. അതാണ് ഔട്ട്പുട്ട് ടാക്സും. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. സക്കീർ സാറിന് പറയാൻ പറ്റുമോ? ഇല്ല സാർ, ഞാൻ സഹീർ വിളിക്കാം. ആർക്കെങ്കിലും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അത് സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റേറ്റ് കുറയാൻ നേരത്ത് അത്രയും തന്നെയാണ് സെയിൽസ്മാൻ ലയബിലിറ്റി വരിക. അത് 100 രൂപ സെയിൽസ്മാൻ ലയബിലിറ്റി ഉണ്ടായിരുന്നതിൽ 18% എന്നുള്ളത് 5% ആയി കഴിയാൻ നേരത്ത് ആ 13 രൂപ കുറഞ്ഞിട്ട് ബാക്കി അവരുടെ ഡൗട്ട് അതല്ല. ഈ സെയിൽസ്മാൻ ലയബിലിറ്റിയിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് എൻട്രി എവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ്. സെയിൽസ്മാൻ ലയബിലിറ്റിയിൽ കുറച്ച് കൊടുക്കാം, ബട്ട് അതിന്റെ എൻട്രി ഈ GST ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള എൻട്രി എവിടെ കൊടുക്കും എന്നുള്ളതാണ്. കാരണം ഇത് 18% നമ്മൾ ഓൾറെഡി ചെയ്തു. ഔട്ട്പുട്ട് ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കാണിച്ചു. ഇനി നമുക്ക് സെയിൽസ്മാൻ ലയബിലിറ്റിയിലെ ശരിക്കും ഇപ്പൊ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സെയിൽസ്മാൻ ലയബിലിറ്റിയില് ശരിക്കും ഒരു എൻട്രി വഴി ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിന്റെ ടാക്സ് റേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെയിൽസ്മാൻ ലയബിലിറ്റി കുറയുമല്ലോ ചെയ്യുന്നത്. അതിനകത്തൊരു എൻട്രിയുടെ ആവശ്യം എന്താ? ഇല്ല സാറേ, റേറ്റിംഗ് ഇല്ല. ഈ ടാക്സ് റേറ്റിംഗ് ഒക്കെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലെ സോഫ്റ്റ്വെയറിലല്ലേ മാറുള്ളൂ. നമ്മൾ ടോട്ടൽ എമൗണ്ട് അല്ലേ പർച്ചേസ് ബില്ലായിട്ട് കൊടുക്കുന്നുള്ളൂ. പർച്ചേസ് ബില്ല് ഇത്ര, പർച്ചേസ് ചെയ്ത എമൗണ്ട് അതിന്റെ ഇൻഡന്റ്, അതായത് ടോട്ടൽ വിൽക്കുന്ന പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ബില്ല് അടിക്കുന്ന സമയത്ത്
അത് സ്റ്റോറിൽ നമ്മൾ ഇഷ്യൂ, സെയില്, അതുപോലെ തന്നെ ഇൻക്രിമെന്റ്, പിന്നെ ഡിക്രിമെന്റ് ഒക്കെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സെയിൽസ്മാന്റെ ലയബിലിറ്റി അതോടുകൂടി ക്ലിയർ ആയി കിട്ടുമല്ലോ. അതല്ല, അവര് സംഘത്തിൽ നമ്മൾ ചെയ്യുമ്പോ ലയബിലിറ്റി ലിസ്റ്റ് നമ്മൾ എഴുതുമ്പോ മുന്നേ എഴുതിയ 18% എഴുതിയല്ലോ. ഇപ്പൊ അതില് കുറവ് വന്നല്ലോ. ആ കുറവ് വന്നത് സംഘത്തിൽ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അവർ ചോദിക്കുന്നത്. അതെ, 18% 12% ആക്കുമ്പോ ആ ടോട്ടൽ വരുന്ന എമൗണ്ടിന്റെ 6% നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അവരുടെ ലയബിലിറ്റിയിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ സ്റ്റോറിൽ ഉണ്ടാവുമല്ലോ. സ്റ്റോറിൽ നമ്മൾ ഇഷ്യൂ, സെയില്, പിന്നെ ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, സാധനങ്ങൾക്ക് വില കൂടുക കുറെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ മെത്തേഡ് ഉപയോഗിച്ചാൽ ലയബിലിറ്റി ഓക്കെ ആക്കാമല്ലോ, ശരിയാക്കാമല്ലോ. അതെ, സ്റ്റോർ മീൻസ് ഒരു ബാങ്കിന് ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സ്റ്റോർ എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു കൺസ്യൂമർ സ്റ്റോർ, മെഡിക്കൽ സ്റ്റോർ, അതല്ല അവർ പറയുന്നത്. അവർ 2 സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. ഒന്ന് നീതി മെഡിക്കൽ സ്റ്റോറിൽ ഒരു സോഫ്റ്റ്വെയറും ബാങ്കിലെ ബാങ്കോ വേറെ സോഫ്റ്റ്വെയറും. അപ്പൊ ആ രണ്ടും എങ്ങനെ എന്ത് ചെയ്യണം എന്നാണ് അവർ ചോദിക്കുന്നത്. അതില് ഒരു ക്ലാരിറ്റി പറഞ്ഞോട്ടെ. അത് ട്രേഡ് എക്സ്പെൻസിൽ ചെലവ് എഴുതിയിട്ട് അത് ഭരണസമിതിനെ കൊണ്ട് ഒരു അംഗീകരിപ്പിച്ച് വാങ്ങിച്ചു വെച്ചതിന് തീർന്നു. കാരണം അത് ഒരിക്കലും നമുക്ക് കിട്ടാത്ത ഇല്ല, ഒരിക്കലും വരില്ല. ട്രേഡ് എക്സ്പെൻസ് ആയിട്ട് വരില്ല. മുഹമ്മദ് സാർ പറഞ്ഞ പോലെയാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോ ഒരു സെയിൽസ് വരുന്ന സമയത്ത് നിങ്ങളുടെ സംഘത്തിൽ എങ്ങനെയാണോ ആ ലയബിലിറ്റി എൻട്രി ചെയ്യുന്നത്, സംഘത്തിന്റെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണോ സെയിൽസ് എൻട്രി, അല്ല, ഒരു പർച്ചേസ് വരുമ്പോൾ നിങ്ങൾ സെയിൽസ് ലയബിലിറ്റി കൂട്ടുന്നുണ്ട്. അതേ രീതിയിൽ സംഘത്തിന്റെ സോഫ്റ്റ്വെയറിൽ ഈ പറയുന്ന എമൗണ്ട് ഡിഡക്ഷൻ കാണിക്കണം. അതെ, ഹെഡ് ഓഫീസിൽ കാണിച്ചാൽ മതി. ഒരു ബാങ്കിന് ഒരുപാട് സ്റ്റോറുകൾ ഉണ്ടാവും, ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. അത് ടോട്ടൽ, പിന്നെ ആ ഒരാളുടെ ലയബിലിറ്റിയിൽ വരുന്ന മൊത്തം വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈ GST വരുന്ന ഡിഫറൻസ് ടോട്ടൽ ഒന്നിച്ച് വർക്ക്ഔട്ട് ചെയ്തെടുത്തിട്ട് ആ എമൗണ്ട് ഒറ്റ ഹെഡായിട്ട് കാണിച്ചാൽ മതി. അതിന് സപ്പോർട്ടിങ് ഓച്ചർ ഉണ്ടായാൽ മതി. ഏത് ഓഡിറ്റർക്കും നമ്മൾ ഓഡിറ്ററെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ഇവിടെ ഒരു സംശയമാണോട്ടെ. സഹി സാറേ. അക്കൗണ്ടിങ്ങിന്റെ സംശയമാണ്. പിന്നെ 100 രൂപക്ക് ഞാൻ 18% GST സാധനം വാങ്ങി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് 4% മാറി. ഞാൻ എങ്ങനെ ഹലോ മുഹമ്മദ് അലി സാറിന്റെ മൈക്ക് നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ 100 രൂപക്ക് ഞാനൊരു സാധനം വാങ്ങി 18% GSTക്ക് നീതി മെഡിക്കൽസിക്ക് വാങ്ങി. ഞാൻ വിൽക്കാൻ നേരത്തെ അത് 4% മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ 18% കൊടുത്തത് ഞാൻ 104 രൂപക്ക് വിൽക്കണോ അതോ എങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് സംശയം. നമ്മൾ ഇനി സെയിൽ ചെയ്യുന്നതിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഈ ടാക്സ് റേറ്റ് മാറി ഒക്ടോബറിൽ വന്നു. ഒക്ടോബർ 1 വിചാരിച്ചോളൂ. ഞാൻ സെപ്റ്റംബറിലാണ് സാധനം വാങ്ങിയത്. പക്ഷെ വിൽപ്പന ഒക്ടോബറോ നവംബറിലാണ് ഞാൻ വിൽക്കുക. അപ്പൊ 118% ഞാൻ 104 രൂപക്കാ വിൽക്കൊണ്ട് വിചാരിച്ചോളൂ നിങ്ങള്. അപ്പൊ എനിക്ക് 4 രൂപ ടാക്സ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ 18% ടാക്സ് അടച്ചും ചെയ്തു ഓൾറെഡി. അത് കുഴപ്പമില്ല. 18% ടാക്സ് ഞാൻ മറുപടി പറഞ്ഞുതരാം. അത് GST ഫയൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ സാറിന് അതൊരു നഷ്ടം വരില്ല. കാരണം സാറ് GST അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത പോലെ അവിടെ ട്രീറ്റ് ചെയ്യും. അതെ, അത് നമ്മുടെ ഇൻപുട്ട് ടാക്സിൽ എവിടെയാന്ന് വെച്ചാൽ GST ഫയൽ ചെയ്യാത്ത സ്ഥാപനങ്ങൾക്ക് അത് നഷ്ടമാണ്. കാരണം ഓൾറെഡി നമ്മൾ കൊടുത്തു, പിന്നെ അത് ചെയ്യുന്നില്ല. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു വേരിയേഷൻ വരില്ലല്ലോ, തമ്മിൽ മിസ്മാച്ച് വരില്ലല്ലോ. ഇല്ല സാറ് അത് എല്ലാ മന്ത്ലിയും ഫയൽ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് സെറ്റ് ചെയ്ത് ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു. എന്തായാലും അത് നിങ്ങൾ ITC ക്ലെയിം ചെയ്യാൻ കിട്ടും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ സെയിൽസ്മാൻ ലയബിലിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻ വന്നല്ലോ.
അതിൽ നമുക്ക് ഇത്ര കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. നമ്മൾ ഈ പറയുന്ന പോലെ 18% മെഡിസിന് റേറ്റ് ഉണ്ടായിരുന്നത് അത് സ്ലാഷ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എത്ര ആ സ്റ്റോക്ക് എടുക്കണം, ആ സമയത്ത് നമ്മൾ ഏതെല്ലാം മെഡിസിൻസ് ആണ് ഇങ്ങനെ സ്ലാഷ് ഡൗൺ ചെയ്തത് എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ റേറ്റ് കുറഞ്ഞതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് ആ ഡിഫറൻസ് നമ്മൾ സെയിൽസ്മാൻ ലയബിലിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട കേസേ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ സെയിൽസ്മാൻ ലയബിലിറ്റി എന്നുള്ളത് മീൻ ചെയ്യുന്നത് ആ സാധനം എക്സ്പയറി ആവുകയോ അതല്ലെങ്കിൽ അത് ലോസ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ്മാൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണല്ലോ സെയിൽസ്മാൻ ലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ സെയിൽസ്മാൻ അത്രയും ലയബിലിറ്റി ഇനി ഇല്ല. കാരണം 18% ഒരു മെഡിസിൻ 5% താഴ്ന്നാൽ അതല്ലെങ്കിൽ 12% താഴ്ന്നാൽ പിന്നെ അയാൾക്ക് മെഡിസിൻ്റെ എമൗണ്ട് പ്ലസ് GST അത്ര ആ 15% GST പിന്നെ ആൾക്ക് ലയബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് 18% ലയബിലിറ്റിയെ 15% ലയബിലിറ്റി ആയിട്ട് കുറക്കണമെന്നേ ഉള്ളൂ. സഹീർ സാർ പറഞ്ഞ വളരെ ശരിയാ. സപ്പോർട്ടിംഗ് വൗച്ചർ ഉണ്ടായാൽ മതി. സഹീർ സാർ പറഞ്ഞ ഓക്കെയാണ്, വളരെ ശരിയാണ്. സപ്പോർട്ടിംഗ് വൗച്ചർ വേണം. താങ്ക് യു സഹീർ സാർ. സാജു സാർ ഒന്ന് മൈക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ശ്രീത്? ഓക്കെ, നമ്മള് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ ക്ലാസ്സുകൾ പോയത്. ഒരാള് മാത്രമല്ലായിരുന്നു, നമ്മളെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ഏത് ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ചും ഇൻകം ടാക്സ് വിഷയങ്ങളിൽ ആദ്യം മുതൽ വളരെ കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള നിലപാട് എടുത്തു വരുന്ന സക്കീർ ഹുസൈൻ സാറാണ് നമുക്കിന്ന് ഈ ക്ലാസ് നയിക്കുന്നതിനായിട്ട് കിട്ടിയത്. തീർച്ചയായിട്ടും നമ്മളിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടുകൾ നമ്മൾ വളരെ കൃത്യമായിട്ടും ഒരു സംശയത്തിന് ഇട തരാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പല സംഘങ്ങളിലും ഇനി മുതലെങ്കിലും സ്വീകരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഓടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഒരു കുഴപ്പവുമില്ല, എങ്ങനെ അങ്ങോട്ട് പോകാം എന്ന് കരുതുമ്പോഴും ഏത് സമയത്താണ് വലിയ പ്രത്യാഘാതവുമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് കയറി വരുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് നല്ലതാണ്. വലിയ ആഘാതങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഇപ്പോഴേ പാലിച്ചു തുടങ്ങുന്നത് നന്നായിരിക്കും. ഇപ്പം പാൻ കാർഡ് എന്ന് പറയുന്ന സാധനം ചോദിച്ചാൽ ആളുകൾ തരാൻ അത്ര എല്ലാവരും അത് പേടിക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ നമ്മൾ ആരുടെയും വാങ്ങാറില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോൾ അതിന് പകരം മെല്ലെ പാൻ കാർഡൊക്കെ ചോദിച്ചു തുടങ്ങി മെല്ലെ നമ്മളൊരു നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങൾ കംപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നമുക്ക് ഇവിടെ തുടങ്ങി വയ്ക്കണം. ഇപ്പൊ 20,000 രൂപയുടെ മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ നോൺ പ്രൈമറി അല്ലാത്ത ഒരു സംഘത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റുന്നതിനായിട്ട് ഇന്നത്തെ ചർച്ച വഴിവെക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ഒരു ക്ലാസ് ഇത്രയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത സക്കീർ ഹുസൈൻ സാറിന് സഹകരണ വീക്ഷണത്തിന്റെയും ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പാർട്ടിസിപ്പന്റിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നിങ്ങളെല്ലാവർക്കും ഈ അവസാന നിമിഷം വരെയും ഇതിനകത്ത് നല്ല പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. ഇത്രയും കഴിഞ്ഞ ഈ അടുത്ത കാലം നടന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു ക്ലാസ് ആയിട്ട് ഇന്നത്തെ ചർച്ച മാറിയിട്ടുണ്ട്. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. ശ്രീജിത്ത് വേറൊന്നും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ? സാറിന്റെ ക്ലാസ് സാറ് നന്നായി പ്രിപ്പയർ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് സാറിന്റെ രീതിയിലേക്കല്ല നമ്മള് ആ ക്ലാസ്സുകൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. പക്ഷെ അത് മുഴുവനും പറയാൻ പറ്റിയിട്ടില്ല സാറിന്. അതായത് സാറിന് മുഴുവനായിട്ട് നമുക്ക് ക്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ചർച്ച വളരെ മനോഹരമായിരുന്നു. പിന്നെ നമ്മളൊരു തോട്ട് പ്രോസസ് എന്താ വെച്ചാല് നമുക്കിത് ഭാവിയിൽ ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ ഇന്നത്തെ പല വിഷയങ്ങളെ കുറിച്ചും ആളുകൾ ചിന്തിക്കുക. ഭാവിയിൽ അതിന്റെ ഒരു മെഷേഴ്സ് എടുത്ത് ഗ്രാജുവലി നമ്മൾ ഈ മേഖലയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സഹകരണ വീക്ഷണത്തിന്റെ ഓൺ ബിഹാഫ് ഓഫ് സഹകരണ വീക്ഷണം ആൻഡ് ഓൾ ദീസ് പാർട്ടിസിപ്പൻസ് ഐ
express my gratitude to you. Thank you, sir. Thank you so much. ഒപ്പം ഒരു വാക്ക് ഷഹീർ സാറ് നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കുടുംബാംഗം തന്നെയാണ് ഷഹീർ സാറിന്റെ ആദ്യ അവസാനമുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇന്ന് ഒത്തിരി ഗുണം ചെയ്തു. ഷഹീർ സാറും അതുപോലെ പിള്ള സാറും ഇതിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഇതുപോലെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു. Good night. Good night. Thank you.